Good morning, everyone. Welcome to Attendant Malayalam channel. And Rintu Sebastian. Welcome to the Editorial analysis of 13th February 2023. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നിപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇന്ന് രാവിലെ നമ്മുടെ സെഷനൊന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പം ആകെപ്പാട് ബുദ്ധിമുട്ടായിട്ട് ടെക്നിക്കൽ ടീമിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ. അപ്പോൾ ലൈവിലുള്ളവർക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. സംഭവമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെഷൻ പകുതിക്ക് വെച്ച് ടെക്നിക്കൽ ഇഷ്യൂ വെച്ച് നെറ്റ് ഇഷ്യൂ ആയിരുന്നു, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും നമുക്ക് താമസിപ്പിക്കേണ്ട തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ട് ഇതാണ്: ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ 100 reasons to quit, look at the 1000 reasons not to give up. എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു കോട്ട്. ഈ ഒരു കോട്ടിന് ഒരു പ്രത്യേകത തന്നെ ഇതാണ്: നമ്മുടെ ലൈഫിൽ പല കാരണങ്ങളും ഉണ്ടാവും. നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് എപ്പോഴും പല കാരണങ്ങളും, റീസൺസും മുന്നോട്ട് വെക്കാറുണ്ട്. എക്സ്ക്യൂസസ് എന്ന് പറയാം. എന്തിനു വേണ്ട? ക്വിറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു കാര്യത്തിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി നമുക്ക് 100 കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു? വൈ ഡിഡ് യു സ്റ്റാർട്ട് ഇറ്റ്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് 1000 കാരണങ്ങളുണ്ടാവും. അപ്പോൾ എക്സ്ക്യൂസിനേക്കാളും വലുതായിരിക്കും നമ്മുടെ ആ കോഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ലൈഫിൽ പല കാര്യങ്ങൾക്കും കേട്ടോ, അത് കോമ്പറ്റീവ് എക്സാമിൽ പഠിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, എനിത്തിങ് മീറ്റ് എനിത്തിങ്, എല്ലാത്തിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ റീസണാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യണ്ട, അതിനെന്തെങ്കിലും റീസൺ വേണ്ടേ? അപ്പോൾ ആ റീസൺ ഉണ്ട് 1000. ആ റീസൺസിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്ത. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാ ദിവസമുള്ള സെഷനാണ്. രാവിലെ 8:30 മണി മുതൽ 9:30, 9:45 വരെയൊക്കെ നമ്മുടെ സെഷൻ പോകും അക്കോർഡിംഗ് ടു ദ ഡിസ്കഷൻ. അപ്പം നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ വൊക്കാബുലറി, അതിപ്പോൾ സിനോണിംസ് ആയിക്കോട്ടെ, ആനോണിംസ് ആയിക്കോട്ടെ, കൺഫ്യൂസിങ് വേർഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രേസൽ വേർഡ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ആർട്ടിക്കിൾ ഇന്നും വരാറുണ്ട്. അതിൽ ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ IMF ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ്, ബെയിൽ ഔട്ട് വേണം, ആവശ്യമുണ്ട് പാകിസ്ഥാന്. കാരണം പാകിസ്ഥാൻ ആകെപ്പാട് ഒരു വല്ലാത്ത അവസ്ഥയിൽ, എക്കണോമിക് ഡിസ്ട്രസ്സിൽ നിൽക്കുകയാണ്. അപ്പം പാകിസ്ഥാന് IMFന്റെ ഒരു ബെയിൽ ഔട്ടിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ദാറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഫോർ അസ്. അതുകൊണ്ട് നമ്മൾ അതല്ല ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് എക്സ്പോർട്ട് എസ്റ്റിമേറ്റുകളെ പറ്റി, എസ്റ്റിമേറ്റ് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ഫിനാൻസ് റിലേറ്റഡ് ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവസ്ഥകളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മുടെ അവസ്ഥയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാം. ഫിനാൻസ് സെക്ടറിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, എല്ലാവർക്കും നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ Attendant ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റൻസ് കിട്ടും, സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ടും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടിയാലും ജോബ് അലേർട്ട്സ് കിട്ടിയാലും ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 24/7 ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിടാം, ബെല്ലൈക്കൻ ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ കിട്ടും. റെഗുലർ ആയിട്ട് PYQ സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പിന്നെ ഇടയ്ക്ക് നമ്മൾ എക്സാം അനാലിസിസ് നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ സബ്ജക്ട് വൈസ് ആയിട്ടും കറണ്ട് അഫയേഴ്സ്, നമ്മുടെ PSC ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ എഡിറ്റോറിയൽ സെഷൻ, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക, യൂട്ടിലൈസ് ചെയ്യാൻ പരമാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് ഒരു വൺ വേർഡ് ആണ്. നമ്മൾ ഇത് നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് അപ്പ് എന്ന വൺ വേർഡ്, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പെൻറ്റപ്പ്. അഡ്ജക്റ്റീവ് ആയിട്ട് കേട്ടോ. പെൻറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ അഡ്ജക്റ്റീവിന്റെ അർത്ഥം ഇതാണ്: അൺഏബിൾ ടു ബി എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ റിലീസ്ഡ്. അൺഏബിൾ ടു ബി എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ റിലീസ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റാത്ത ഒന്നിനെ നമ്മൾ പെൻറ്റപ്പ് എന്ന് പറയും. അതായത് നമ്മളൊരു വൺ വേർഡ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് ഈ ഡെഫിനിഷൻ കിട്ടിയത്. അല്ലാതെ നമുക്ക് സിനോണിം എടുക്കുവാണെങ്കിൽ റിപ്രസ്ഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. മനസ്സിലായോ? പെൻറ്റപ്പ് പ്രൊട്ടസ്റ്റ്, അതായത് റിപ്രസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. പെൻറ്റപ്പ് റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തോണം, അതിന്റെ അർത്ഥം റിപ്രസ് ചെയ്യപ്പെട്ട റിവോൾട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ അല്ലേ? അത് ഓർത്തോണം. അടുത്ത് നോക്കുക, ഹിഞ്ച് ഓൺ. കഴിഞ്ഞ
ശനിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ് ഹിഞ്ച് ഓൺ. ഹിഞ്ച് ഓൺ ചെയ്യുന്ന പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസൈഡഡ് ബൈ സംതിങ്. അതായത് ഇതിനെ ഇതിനെ എന്താ ഇതിനെ ബേസ് ചെയ്തിരിക്കും, ഇതിനെ ആശ്രയിക്കാം. ഒരു കാര്യത്തിൽ ഹിഞ്ച് ഓൺ ചെയ്യുക മീൻസ് ആശ്രയിക്കുക. ദാറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഓർ ഡിസൈഡഡ് ബൈ സംതിങ് എന്നാണ് ഹിഞ്ച് ഓണിന്റെ അർത്ഥം. അടുത്ത സ്റ്റാബ് ഓഫ്. സ്റ്റാബ് ഓഫ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ഓർ ഡിലേ സംതിങ് ബാഡ് ഓർ ഡേഞ്ചറസ്. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴിവാക്കുക. അവോയ്ഡ് സംതിങ് ബാഡ്, എന്തോ ബാഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമുണ്ട്, അതിൽ നിന്ന് സ്റ്റാബ് ഓഫ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് വിട്ടേ നിൽക്കുകയാണ്, ഡിലേ ചെയ്ത് നിൽക്കുകയാണ്, അത് മാറിക്കാണ്, അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ്. ദാറ്റ്സ് വാട്ട് സ്റ്റാബ് ഓഫ് ഇസ്. കേട്ടിട്ടുണ്ടായിരിക്കും, എക്സാമിനൊക്കെ വരാറുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസൽ മൂവാണ് സ്റ്റാബ് ഓഫ്. ഓർത്തുള്ള. അടുത്ത ഞാനിപ്പോൾ പറഞ്ഞല്ലോ പാകിസ്ഥാനിൽ ബെയിൽ ഔട്ടിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബെയിൽ ഔട്ട് എന്ന വൺ വേർഡിന്റെ അർത്ഥം. ബെയിൽ ഔട്ട് ചെയ്യുക ഫ്രേസൽ വെർബ് ഉണ്ട്, പക്ഷെ ഇത് വൺ വേർഡ് ആണ് വിത്തൗട്ട് എനി ഗ്യാപ്പ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഗ്യാപ്പ് ഇല്ലാതെ എഴുതിയാൽ അത് വൺ വേർഡും, ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ ഫ്രേസൽ വെർബുമായി. അപ്പൊ ബെയിൽ ഔട്ട് ചെയ്യുക എന്ന് റെസ്ക്യൂ ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ ഡിസ്ട്രസ് നമ്മൾ ഒരു കൈത്താങ് കൊടുത്ത് പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ആ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒഴിവാക്കുക അല്ലേ. അപ്പൊ ബെയിൽ ഔട്ട് എന്ന് പറയുന്ന അർത്ഥം റെസ്ക്യൂ ഫ്രം ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, ഒരു റെസ്ക്യൂ, ഒരു സഹായം. ദാറ്റ്സ് വാട്ട് ബെയിൽ ഔട്ട് ഇസ്. കേട്ടോ, ഓർക്കണം. വൺ വേർഡ് ആയിട്ട് വരുമ്പോൾ റെസ്ക്യൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ട്രാഞ്ച്. കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. PSCക്ക് ഒരു തവണ ചോദിച്ചൊരു വൺ വേർഡ് ആണ് ട്രാഞ്ച്. ഡിഗ്രി പ്രിൻസിലാണെന്ന് എനിക്ക് വിശ്വാസം. ട്രാഞ്ച് അതുപോലെ തന്നെ PSC ബുള്ളറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ട്രാഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം a portion of something, ഒരു ഭാഗം, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഭാഗത്തിനാണ് ട്രാഞ്ച് എന്ന് പറയുന്നത്. എസ്പെഷ്യലി മണി, പൈസ, ഒരു ഭാഗം പൈസയ്ക്ക് നമ്മൾ ട്രാഞ്ച് എന്ന് പറയും. ഒരു ഭാഗം, ഒരു ചെറിയ പോർഷൻ ഓഫ് സംതിങ്, ഒരു ഭാഗമുള്ളൂ. എന്തിനാണ്? എസ്പെഷ്യലി മണി, പൈസ ഓർ ക്യാഷ് അല്ലേ, നമ്മുടെ പൈസ, മണി, അതിന്റെ ഒരു ഭാഗത്തിനാണ് ട്രാഞ്ച് എന്ന് പറയാം. കേട്ടോ, ഓക്കെ അല്ലേ? അല്ല, ഷൈനി പെൻസിൽ പേപ്പർ ഷൈനിക്ക് ഇതായിട്ട് ഉപയോഗിക്കണം. ഷീ റിപ്രസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഗ്യാപ്പ് ഇട്ട് എഴുതിക്കോ. അപ്പൊ കറക്റ്റാ. ഗ്യാപ്പ് ഇട്ട് എഴുത്. ഹൈഫനേറ്റഡ് ആയ അത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണേ, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളാം. അപ്പൊ പെൻറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ അതിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബിന്റെ യൂസേജ് പറഞ്ഞുതരാം. ഫ്രേസൽ വെർബിന്റെ യൂസേജ് പറഞ്ഞുതരാം. ഷൈനിക്ക് അത് നൗൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ട് പെൻഡ് അപ്പ് എന്നെഴുതാം. അപ്പൊ ഫ്രേസൽ വെർബായി കേട്ടോ. നമ്മളൊരു ഇമോഷൻസിന് എന്തെങ്കിലുമൊക്കെ റിപ്രസ് ചെയ്ത് വെക്കുന്ന അവസ്ഥയ്ക്കാണ് പെൻറ്റപ്പ് ചെയ്യാന്ന് പറയാം കേട്ടോ. ഗ്യാപ്പ് ഇട്ട് എഴുതിക്കോ. ഹൈഫനേറ്റഡ് ആയിട്ടിട്ടാൽ അത് വൺ വേർഡ് ആയി. അതാണ് ഡിഫറൻസ് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ മാറിപ്പോലെ, സ്ട്രക്ചർ മാറിപ്പോകും. സോ ഷീ പെൻസ് അപ്പ്, ഗ്യാപ്പ് ഇട്ടിട്ട് her feelings towards him because of his attitude. That's great. All right. അടുത്ത നോക്കിയേ. യെസ്, ഫീഡ് ത്രൂ. എന്താണ് ഫീഡ് ത്രൂ? ഫീഡ് ചെയ്യാന്ന് അറിയാലോ, ഭക്ഷണം കൊടുക്കല്ലേ, ഫീഡ് ചെയ്യാം. അതിനാണ് ഫീഡ് ചെയ്യാൻ പറയാം. സോ ഫീഡ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റീച്ച് സംബഡി ഓർ സംതിങ് ആഫ്റ്റർ ഗോയിങ് ത്രൂ എ പ്രോസസ് ഓർ സിസ്റ്റം. ഫീഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്തെത്താണ്. റീച്ച് സംബഡി, ഒരാളുടെ അടുത്തെത്താണ്. ഓർ റീച്ച് സംതിങ്, ഒരു സ്ഥലത്തോട്ട് എത്താണ്. ഒരു സ്ഥലമല്ല, ഒരു വസ്തുവിലോട്ടോ ഒരു മാറ്ററിലോട്ട് എത്താണ്. ചില്ലറ എത്തലല്ല. ആഫ്റ്റർ ഗോയിങ് ത്രൂ എ പ്രോസസ്, ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട്, ഒരു സിസ്റ്റം അണ്ടർഗോ ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനാണ് ഫീഡ് ത്രൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഫീഡ് ത്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ആളുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ ഒരു മാറ്ററിലോട്ടോ എത്തിച്ചേരാണ്. അത് പക്ഷെ ചില്ലറ എത്തിച്ചേരലല്ല, ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ്. ഗോയിങ് ത്രൂ അണ്ടർഗോയിങ് അല്ലെ, ആഫ്റ്റർ അണ്ടർഗോയിങ് എ പ്രോസസ് കേട്ടോ, അല്ലെങ്കിൽ ഗോയിങ് ത്രൂ എ പ്രോസസ്, അല്ലെങ്കിൽ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ പോകുന്നു, ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു, ഒരാളിലോട്ട് എത്തിച്ചേർന്നു. സ്ഥലമല്ല, ഐ മീൻ മാറ്റർ കേട്ടോ. അതിനാണ് ഫീഡ് ത്രൂ എന്ന് പറയാം. റീച്ച് സംബഡി ഓർ സംതിങ് ആഫ്റ്റർ ഗോയിങ് ത്രൂ എ പ്രോസസ് അല്ലെങ്കിൽ സിസ്റ്റം. ഓക്കെ, അടുത്ത കേട്ട് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഡിയമാണ് ടേക്ക് എ ബാക്ക് സീറ്റ്. ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാക്ക് സീറ്റ് എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്ന ഒരു കാര്യത്തിൽ. If you are the driver of a car, or if you are the driver of a vehicle, that means you are the main person who handles it. അല്ലേ, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾ നിങ്ങളാണ്, or കൺട്രോൾ ചെയ്യുന്ന നിങ്ങളാണ്. ബട്ട് ഇഫ് യു ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയി, യു ആർ നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ സംതിങ് അല്ലേ. അതിനെയാണ് ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന് പറയാം. മീനിങ് തന്നെ ആലോചിക്കുക, ലിറ്ററലി കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ബാക്ക് സീറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ ഡ്രൈവ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ബാക്ക് സീറ്റ് എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല. അതാണ് ഡെലിബറേറ്റ്ലി ലെസ് ആക്റ്റീവ് ഓർ ഇൻവോൾവ്. ഡെലിബറേറ്റ് ആയിട്ട് ലെസ് ആക്റ്റീവ് ആവുകയോ ലെസ് ഇൻവോൾവ് ആവുകയോ ചെയ്യുന്നതിന് നമുക്ക് പറയാം ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന്. ഓർത്തോണം കേട്ടോ, ഇതാണ് ടേക്ക് എ ബാക്ക് സീറ്റ്. കോണ്ടെക്സ്റ്റുവൽ മീനിങ് എടുത്താൽ മതി, യു വിൽ ഗെറ്റ് ദി ആൻസർ ക്ലിയർലി കേട്ടോ. ഓക്കെ,
That's great. She is facing a financial issue. We should bail out her from that. അവിടെ പാർവതി phrasal verb ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ യൂസേജ് ഓർക്കുക. bail out a phrasal verb ആയിട്ട് പാർവതിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം, ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പൊ അത് phrasal verb ആയി. ഇത് വൺ വേർഡാ, ഇറ്റ്സ് എ നൗൺ കേട്ടോ. ഇവിടെ നൗണായി, bail out ഗ്യാപ്പ് ഇല്ലാതെ എഴുതുമ്പോൾ നൗണായി. ഞാൻ റൺ അവേ പറഞ്ഞ ഓർമ്മയുണ്ടോ? റൺ എവേ, ഓടിപ്പോവുക, എസ്കേപ്പ് ചെയ്യുക. ഒരു റണ്ണവേ ആണ്, ഹീസ് എ റണ്ണവേ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എഴുതിയാൽ അവൻ ഒളിച്ചോടി പോകുന്ന ഒരാളാണ്, റെഫ്യൂജി ആണ്. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അത് ഡിഫറൻസ് ഓർക്കുന്നു. റീസൺ ബിഹൈൻഡ് ദാറ്റ് സ്ട്രൈഫ് ഈസ് അപ്പൻഡ്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. അവിടെ പ്രശ്നമുണ്ട്. ഇത് നൗൺ അല്ല കേട്ടോ, ഇത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇവിടെ ഇറ്റ്സ് നോട്ട് റൈറ്റ്. കാരണം വെച്ചാൽ അത് അഡ്ജക്റ്റീവ് ആണ്. സുമി, ഇറ്റ്സ് എ പെൻഡപ്പ് വാട്ട്. പെൻഡപ്പ് വേറെ എന്തോ അഡ്ജക്റ്റീവ്. ഇറ്റ്സ് എ പെൻഡപ്പ് വാട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എ ഇല്ലെങ്കിൽ എ കട്ട് ചെയ്താൽ കറക്റ്റ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് സ്ട്രൈഫ് ഇസ് പെൻഡ് അപ്പ്. അത് റിപ്രസ്ഡ് ആണ്. റീസൺ എന്താണെന്ന് റിപ്രസ്ഡ് ആണ്, അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് കൊടുക്കാം. എ കൊടുത്താൽ നൗൺ കൊടുക്കണം. ബിക്കോസ് സിംഗുലർ ആയ കൗണ്ടബിൾ നൗൺസ് നമ്മൾ നിർബന്ധമായിട്ടും എയുടെ കൂടി ആൻഡ് കൂടി ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് എയും ആനും ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചോളാം. നൗൺ നിർബന്ധമായിട്ടും വേണം, അത് സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഇതൊക്കെയാണ് ഗ്രാമാറ്റിക്കൽ ഓർത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഡെയിലി പറയുന്നതാണ്, ഓർത്തോളൂ കേട്ടോ. എ ട്രാൻസ് ഓഫ് മണി accumulated as the savings bailed out him from the penniless situation. That's great. Most of the time she pens up her emotions because of her parents' health condition. Parents inde alle appo s കഴിഞ്ഞിട്ട് ഒരു apostrophe കൊടുക്കണേ ലക്ഷ്മി. Parents inde health, appo parents health condition. He gave him his tranche to his friend to bail him out. അങ്ങനെ കൊടുക്കണം, to bail him out. ഇവിടെ ടു ബെയിൽ ഔട്ട് കൊടുക്കണമെങ്കിൽ അത് phrasal verb ആയിരിക്കും. 2 + V1 ആണ് കൊടുക്കണ്ടേ. 2 + noun എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല, കാര്യം ഇൻഫിനിറ്റീവ് എപ്പോഴും 2 + V1 ആണ്. അപ്പൊ ഇത് കൊടുക്കണം, he gave his tranche, അമലയോടാണ്, he gave him tranche to his friend to bail him out എന്ന് കൊടുക്കാം. അപ്പൊ phrasal verb ആയി കേട്ടോ. His relentless effort is the reason behind the bailout. That's a great sentence. I penned up the citation because he drove me up to the war. That's great. Ukraine hinges on European Union for the weapons in the ongoing conflict with Russia. Great. He always hinges on the opinion of her parents. That's great. He fed through the position after taking many steps. That's great. He took a back seat in the program due to some personal issues. That's great. Sometimes taking a back seat is important in life. Yes, it is. Maybe something. ചില സമയത്തിൽ ആരാണ് ഒരു എന്താ പറയുക ഡിഫറൻസ് ആഗ്രഹിക്കാത്തെന്ന് പറയുന്നത്. The revenue of the Kerala state is mainly hinged on migrants. Okay, Kerala state Kerala K capital ഉടനെ grammatically it's right കേട്ടോ, ഒരു പ്രശ്നമില്ല. ആ K ഒന്ന് ക്യാപിറ്റൽ ചെയ്ത് നടത്താൽ മതി. She hinges on me for help. That's great. The country requires to hinge on the neighboring countries for rudimentary things when an abysmal situation is grinding on. Yes. The letter written by Ram fed through Sita after 20 years. ഓ, സീതാരാമം അല്ലേ ഉദ്ദേശിച്ച്? 20 വർഷം മുമ്പ് എനിക്ക് തോന്നി ആ രാമന പഴയ നമ്മുടെ കാട്ടിപ്പോയ സീതയും രാമനും അല്ലെന്ന് എനിക്ക് തോന്നി. All right. He stabbed off the bed. That's great. He took a back seat to avoid the bankrupt outburst of tussles. Great. The tranche is stolen from the coffer. All right. The teacher asks the students why they are all taking a back seat in the class. Okay. That's great. Actively involved, less involved. The pilot bailed out safely. Great. He starts off a journey with his enemy. Okay. He hinges on his parents until he's attained 25 years of age എന്ന് കൊടുത്തു. Attain 25 years age എന്ന് കൊടുക്കാം. Attained കഴിഞ്ഞിട്ട് noun കൊടുക്കണം. 25 years old എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, adjective ആണ് കേട്ടോ. അറ്റൈൻഡ് അറ്റും പറയില്ല, അറ്റൈൻഡോട് ഒരിക്കലും അറ്റ് കൊടുക്കില്ല. എന്ത് അറ്റൈൻ ചെയ്തു, അതൊരു ട്രാൻസിറ്റീവ് വേർബാണ് കേട്ടോ ഷൈനി. അപ്പോൾ അറ്റൈൻ വാട്ട്, അറ്റൈൻ 25 years of age, 25 വർഷത്തിന്റെ പ്രായം. That's it കേട്ടോ. He took a backseat from the project. Great. If you are taking a backseat, boss will mark you out. Great. വെറുതെ അല്ല അമ്മല, ഇന്നലെ ഏഷ്യനിൽ പടം കണ്ടു, അതാ ഇന്ന് സീതാരാമത്തിനോടൊരു അല്ലേ, വെറുതെ അല്ല, കൊള്ളാം. He's penned up to express. He's penned up. ഗ്യാപ്പ് ഇട അനുപേ, ഗ്യാപ്പ് ഇട്ടാൽ അത് phrasal verb ആവുള്ളൂ. നിനക്കത് phrasal verb ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ phrasal verb ആയിട്ട് കൊടുത്തോ, നോ പ്രോബ്ലം, ബട്ട് ഗ്യാപ്പ് ഇട penned up കേട്ടോ, ഇങ്ങനെ കൊടുക്കണേ. അപ്പൊ എങ്ങനെ കൊടുക്കണം, he is
pent up to express his excitement because he is അപ്പൊ അത് അവൻ ഡിപ്രസ്ഡ് ആണ് എന്നുള്ള അർത്ഥത്തിലല്ലേ അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഹീസ് പെൻഡപ്പ് എന്ന അഡ്ജക്റ്റീവ് ഒരു പ്രശ്നമില്ല അഡ്ജക്റ്റീവ് കൊടുക്കാം നമുക്ക് ഉറപ്പായിട്ടും സ്റ്റേറ്റ് വേർബിന്റെ കൂടെ expresses excitement because he's going to meet his girlfriend after 3 years of intern. കൊള്ളാലോ വാലന്റൈൻസ് ഡേ ഒക്കെ എടുത്തെത്തി അപ്പോഴേക്കും അനൂപ് ഗേൾഫ്രണ്ട് ആയിരിക്കും പറയാൻ തുടങ്ങി ആണോ അനൂപേ നിന്റെ ഗേൾഫ്രണ്ടിന്റെ കാര്യമാണോ നീ പറയുന്നത് നിന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണോ നീ പറയുന്നത് ആവും അല്ലേ Our last sentence is highly hinged on the love stories. Okay, Shamaste Kolla. Hangover Andale. We can't always hinge on the income of our parents. Yes, that's a great one. That's a great one actually. We can use a tranche of money for buying a house, right? Many of us always take a back seat in verbal confabulation with toxic relatives. അതാണ് ബെസ്റ്റ് അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ലെറ്റ്സ് മൂവ് പീപ്പിൾ ഇതാണ് നമ്മുടെ ഫ്രേസസ് ഓർ കൺവേർട്സ് ആൻഡ് ഇഡിയം pent up, hinge on, stab off, bail out, tranche, feed through, and last one is take a back seat. അപ്പോൾ ഇതൊക്കെയാണ് ഓർത്തിരിക്കുക take a note of it, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ if you don't have an idea സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ and പഠിച്ചോളണം ഡെയിലി റെഗുലർ ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്ത് പഠിച്ചോളാം ലെറ്റ്സ് മൂവ് ടു ദി vocab മറ്റ് സിനോണിംസ് ആന്റണിംസിലോട്ടൊക്കെ പോകും കേട്ടോ അപ്പോൾ നമ്മുടെ SSC MTS ഹവൽദാർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ again ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫെബ്രുവരി 18th ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഇന്ന് 13 അതുപോലെ മറക്കില്ല നാളെ വാലന്റൈൻസ് ഡേ നിങ്ങൾ മറക്കില്ല ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും സീക്രട്ട് ഡെസ്റ്റിൻ പോസ്റ്റ് MTS പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഫെബ്രുവരി 17 ആണ് അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് 13 പീപ്പിൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം LIC ADയുടെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറ്റ് വാസ് 10th 10ാം തീയതി ആയിരുന്നു അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കണോ ആൻഡ് പഠിച്ചു തുടങ്ങാം എക്സാം ഡേ നമുക്ക് നമ്മുടെ മാർച്ച് ഒരു മാസം അല്ലെ 12ാം തീയതി എക്സാം വരുന്നുണ്ട് ഓക്കെ ഒരു മാസമാണ് നമുക്കുള്ളത് പഠിച്ചു തുടങ്ങാം ഉഷാറായിട്ട് ലെറ്റ്സ് മൂവ് ടു ദ സിനോണിംസ് അതുപോലെ കോഴ്സ് നമുക്കുണ്ട് SCയുടെ ആണെങ്കിലും IBയുടെ കോഴ്സ് നമുക്കുണ്ട് LIC ADയുടെ കോഴ്സും ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുന്നല്ല കേട്ടോ തുടങ്ങും 15ലാണ് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം MTSന്റെ ക്ലാസ് 15ാം തീയതി തുടങ്ങും രണ്ടാമത്തെ ബാച്ച് ആദ്യത്തെ ബാച്ച് സക്സസ്ഫുൾ റാഡിംഗ് ആണ് അതുപോലെ IBയുടെ ഒരു ബാച്ച് നന്നായിട്ട് പോകുന്നുണ്ട് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് കോഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അറ്റാച്ച്ഡ് ഫോഴ്സ് വല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സ് ജോയിൻ ചെയ്യാം കേട്ടോ ഇതൊന്നും അല്ല നമ്മൾ ഓൾറെഡി കോഴ്സ് പർച്ചേസ് ചെയ്താലും മെഗാ പാക്കിലോട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാം ഇനി മെഗാ പാക്ക് എടുക്കുവാണെങ്കിൽ അല്ലാതെ 3-5 കോഴ്സിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റ കോഴ്സിൽ എടുക്കരുത് പൈസ കളയണ്ട നിങ്ങൾ മെഗാ പാക്ക് എടുത്താൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാ കോഴ്സും കിട്ടും അതും ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ലെറ്റ്സ് മൂവ് നമ്മുടെ അഡ്ജക്റ്റീവ് പിടിച്ചോളൂ എൻജോയ് എന്താണ് എൻജോയ് ചെയ്യാൻ സഹിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഐ എം നോട്ട് ഏബിൾ ടു എൻജോയ് ഇറ്റ് എനിമോർ ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടായിരിക്കും എൻജോയ് ചെയ്യുക സോ എൻജോയിങ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം പെർമനന്റ് ഡ്യൂറബിൾ അല്ലെങ്കിൽ പേഷ്യന്റ് അതിനാണ് എൻജോയിങ് എന്ന് പറയുന്നത് കേട്ടോ ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള പേഷ്യന്റ് ആയിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഇത് പറയില്ലേ ഡ്യൂറബിൾ എക്സിസ്റ്റൻസ് ഡ്യൂറബിൾ ഐഡിയ എന്നൊക്കെ ഉണ്ടായിരിക്കും ഡ്യൂറബിൾ സൊല്യൂഷൻ എന്നൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന പെർമനന്റ് ആയിട്ടുള്ള ദാറ്റ് ഇസ് ഡ്യൂറബിൾ ഓട്ടോ ഓക്കെ അതാണ് എൻഡ്യൂറിങ് എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത ഫുട്ടിങ് ഫുട്ടിങ് അല്ലെ ഫുട്ടിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഹോൾഡ് ഗ്രിപ്പ് നമ്മുടെ എന്താ പറയാ ലിറ്ററലി നമ്മൾ പറയാം നമ്മുടെ ഒരു ഫുട് ഹോൾഡ് 4 കാല് വീണ് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ ഹോൾഡ് ഉണ്ടല്ലോ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഫുട്ടിങ് എന്ന് പറയുന്നത് അതുപോലെ വേറൊരു ഫുട്ടിങ് ഉണ്ട് ബേസ് യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ഫുട്ടിങ് ഇൻ ഇംഗ്ലീഷ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ കോമ്പറ്റീറ്റീവ് എക്സാം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകണം യു ഷുഡ് ഹാവ് എ സ്ട്രോങ് ഫുട്ടിങ് അത് നൗൺ ആണ് കേട്ടോ ഇറ്റ്സ് നോട്ട് എ ജെറണ്ട് ഇറ്റ്സ് എ നൗൺ ഫുട്ടിങ് എന്ന് പറഞ്ഞാൽ ഫുട്ടിങ്സ് എന്ന് പ്ലൂറലുണ്ട് അതുകൊണ്ടാണ് ജെറണ്ട് പ്ലൂറൽ ഇല്ലല്ലോ ഫുട്ടിങ്ങിന് പ്ലൂറലുണ്ട് ഫുട്ടിങ്സ് ഉണ്ട് ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒരു അടിത്തറ ബേസിസ് ഒക്കെ ഉണ്ട് അതിനെയാണ് ഫുട്ടിങ് എന്ന് പറയുന്നത് നൗൺ ആണ് ഓർത്ത് വെച്ചോളാം ഓക്കെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഓക്കെ നോക്കട്ടെ സെന്റൻസ് There is a pent-up reason behind my discord. That's a great sentence. E.P. Jayarajan is trying to take a backseat from politics as his leaders did not permitting. Suddenly അവിടെ എങ്ങനെയാ did not കഴിഞ്ഞിട്ട് പെർമിറ്റിംഗ് വരിക did not do not does not കഴിഞ്ഞ V1 വരുള്ളൂ അവിടെ ഒരു പ്രശ്നമുണ്ട് where his leaders did not permit എന്ന് കൊടുത്താൽ മതി കേട്ടോ where as അവിടെ വേണ്ട
His leaders did not permit Chatru. Ram's love penned it up. Penned up Gapite, Shamase, penned it up. An audacious Princess Noor Khan. All right. Valentine's Day, okay. Valentine's Day, now you should take a back seat in her issue. His father told to him, Allah, Shiny told, like tell in the past told, every time transitive ആണ്. Said to ആണ് നമ്മൾ പറയാം. Say എന്ന verb transitive അല്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ said to, speak ന്റെ കൂടെ to വരാം. കറക്റ്റ് ആണ്. പക്ഷെ said tell ന്റെ കൂടെ told ന്റെ കൂടെ never. Told him എന്ന് കൊടുക്കാം കേട്ടോ. Not to give a tranche of wealth. His father told him not to give a tranche of wealth എന്ന് കൊടുക്കാം. IBPS application fill ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തന്നെയാണോ? പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ. വൺസ് ഒറ്റ പ്രോസസ്സിൽ ചെയ്യുമ്പോൾ പറ്റും, എഡിറ്റൻസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല കേട്ടോ, അങ്ങനെ ഇല്ല പറഞ്ഞു. They put all their eggs in one basket for feeding through their needs. That's great. നമുക്ക് എന്ത് വാലന്റൈൻസ് ഡേ സത്യം, പിന്നല്ല ആണ് അങ്ങനെ ഉണ്ട് കേട്ടോ. വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നവരുണ്ട്, വാലന്റൈൻസ് ഡേ ഇല്ലാത്ത സിംഗിൾ ആൾക്കാരുണ്ട്. രണ്ടുപേർക്കും അല്ലെ ഓരോ ദിവസങ്ങൾ സന്തോഷിക്കാൻ ഓരോ ദിവസങ്ങളല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ ഡേയ്സും ലൈക്ക് ഓരോ ഡേയ്സ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്ത ഡേയ്സും. ഇറ്റ്സ് ഗുഡ്. കാരണം എന്താ, നമുക്ക് ലൈഫിൽ വെറുതെ ഒന്ന് സന്തോഷിക്കാൻ ഒരു ദിവസം അല്ലെ, ഡു ഇറ്റ്, മാക്സിമം യൂട്ടിലൈസ് അതൊക്കെ. ദാറ്റ്സ് ഇറ്റ്. ഗവൺമെന്റ് ഹാസ് ഇംപ്ലിമെന്റഡ്. അതിപ്പോ മതം ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പറയില്ലേ, വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും എന്താ ഈദാണെങ്കിലും എല്ലാം നമുക്ക് ഒരുപോലെ, ബിക്കോസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്, ഹോളിഡേയ്സ് ആണ്. ദാറ്റ്സ് ഓൾ. അത്ര പറഞ്ഞാൽ നമ്മൾ അതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഹാസ് ഇംപ്ലിമെന്റഡ് മെനി സ്കീംസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ടു bail farmers out. That's great. So we have to donate a tranche of money from the salary to needy people. Okay. He decided to save a tranche of money for traveling. Great, Shruti. ലൈവിലുള്ള എല്ലാവരും ഒന്ന് ഉഷാറായിക്കെ, മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടാം. അതുപോലെ ലൈവിലുള്ളവരൊക്കെ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. സ്നേഹമൊക്കെ വേണം കേട്ടോ. സ്നേഹമില്ലായ്മ കാണുന്നുണ്ട്, അത് പോരല്ലോ. ഓക്കെ, ലെറ്റ്സ് സീ. ഓൾറൈറ്റ്, എവിടെ? ഓക്കെ, ശ്രുതിയുടെ സെന്റൻസ് കഴിഞ്ഞിട്ട്. ഓക്കെ, യാ, നത്തിങ് ഈസ് എൻജോയിങ് തിങ് ഇൻ അവർ ലൈഫ്. യെസ്, അരവിന്ദ് പറഞ്ഞു എഡിറ്റബിൾ നോൺ എഡിറ്റബിൾ ആണ്. യെസ് അരവിന്ദ്, I think that is an enduring chapel. All right, that's great. Chapel ആണോ ഉദ്ദേശിച്ചത്? ചാപ്പലിന് PPAL ഇല്ല, CHAPEL chapel. ചപ്പൽ ആണെങ്കിൽ okay, that's fine. KP Kutan, good morning. The athletes when provided much needed fill to national pride. Yes, fill stimulus incentive. Yes, I wish it was true, but it is only imaginary things for making some color to Valentine's Day. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അനുവേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. I wish it was true. All right, that's great. എന്തായാലും he always takes a back seat because of his laziness. That's great. Nandisha, good morning. Strong footing is needed for enduring something. All right. The footing given by her to him was enduring. Great. Arati, good morning. You should have a strong footing on your subject to surpass in the interview. All right. That's a great sentence. Enduring services rendered by Rinju ma'am lays the footing in my struggling stage. I'm so glad to hear that. Good. Good morning. Footing in English can be gained through the session easily. Yes, you could. Of course, Praveen. The COVID-19 had an enduring effect on the economy for a long time. Yes, it has. Payment, അത് വേറെ. അതില്ല, പേയ്മെന്റ് പിന്നെയും ചെയ്യാം കേട്ടോ പാർവതി, അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പേയ്മെന്റ് ഇസ് നെക്സ്റ്റ് പ്രോസസ്സാണ്. പേയ്മെന്റ് ഓപ്ഷന് മുമ്പ് എഡിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് എന്നൊരു സ്റ്റേജ് മാത്രവും. അതുകൊണ്ടാണല്ലോ നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ദിവസവും പേയ്മെന്റിന് എക്സ്ട്രാ ഒരു ദിവസവും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതാണ് പാർവതി ഉദ്ദേശിക്കുന്നത്, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. Enduring footing is linked on regular habit. Yes, Harshil. Yes. ആരതിക്ക് പഠിക്കോ സത്യം കേട്ടോ ഷമാസ്, ഞാനൊന്ന് മനസ്സിൽ ചിന്തിച്ചുള്ളൂ നന്ദീഷ ഇന്ന് താമസിച്ചു വന്നപ്പോ. എന്താല്ലേ, where his leaders did not permit. Yes, there is a stark increase in his profit and it is a fillip to start other businesses. Yes, നമുക്ക് അടുത്ത ഇതിലോട്ട് നോക്കാം അല്ലേ. ഹവ മോളെ, ഹായ്.
സിംഗിൾ പ്രസംഗ വന്നല്ലേ, കൊള്ളാം. ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നമുക്ക് ഇവിടെ നടത്താം. അപ്പൊ നോക്കിയേ, സ്റ്റാർക്ക് എന്ന അഡ്ജക്റ്റീവ് ഞാനിപ്പോൾ ഫുട്ടിങ് പറഞ്ഞു അല്ലേ. സ്റ്റാർക്ക് എന്ന വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ആര്യ സ്റ്റാർക്കിനെ പറ്റിയും ദി ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റിയും. സ്റ്റാർക്കിന്റെ അർത്ഥം സിവിയർ, ഷാർപ്പ്, ക്രിസ്പ്, ഒബ്വിയസ്, ക്ലിയർ എന്നൊക്കെ അർത്ഥമുണ്ട്. അതല്ലാതെ ഷ്യൂർ, കംപ്ലീറ്റ്, അട്ടർ എന്ന അർത്ഥവും കൂടെ ഷാർക്ക് ഉണ്ട്. ഓക്കെ, ഷാർക്ക് എന്നതിന് ഷാർക്ക് പോട്ടെ, സോറി സ്റ്റാർക്ക് ആണ് കേട്ടോ. സ്റ്റാർക്ക് എന്നതിന് സിവിയർ, ഷാർപ്പ്, ക്രിസ്പ് എന്നൊരു അർത്ഥവും ഉണ്ട്. അതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള, അട്ടർ ആയിട്ടുള്ള, ഷ്യൂർ ആയിട്ടുള്ള എന്ന് പറയും. ഓക്കെ, ഐ ആം ഇംപ്രസ്ഡ് ബൈ യുവർ സ്റ്റാർക്ക് കോൺഫിഡൻസ്, യുവർ കംപ്ലീറ്റ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് അത്. സോ ദാറ്റ് സ്റ്റാർക്ക് രണ്ടർത്ഥം. അടുത്ത ബെയർലി, കേട്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ബെയർലി വളരെ തുച്ഛമായ, ഓൺലി ജസ്റ്റ്, വളരെ ബെയർലി, ഐ നീഡ് ബെയർലി ടു എക്സിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. വളരെ കുറച്ച് തുച്ഛമായിട്ട് എനിക്ക് മതി, ജസ്റ്റ്, ഓൾമോസ്റ്റ് നോട്ട്, ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്നൊക്കെയാണ് ബെയർലി എന്ന വാക്കിൽ അർത്ഥം. ഓക്കെ, വളരെ കുറച്ച് എന്നാണ് തന്നെ. നെഗറ്റീവ് അഡ്വേർബാണ് മറക്കണ്ട. ബെയർലി. ബെയർ അഡ്ജക്റ്റീവ് ഉണ്ട്, ബെയർ എക്സിസ്റ്റൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ബെയർലി അതിന്റെ നൗൺ ഫോർമുലേഷൻ, അഡ്വേർബ് ഫോർമുലേഷൻ ആണ്. അടുത്ത ഫിലിപ്പ്. ഫിലിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. ഫിലിപ്പിന് രണ്ടെല്ലില്ല, ഒരു എല്ലേ ഉള്ളൂ കേട്ടോ ഫിലിപ്പ്. അപ്പോൾ ഞാൻ ഫിലിപ്പിന് രണ്ടെല്ലും ഒരു ഡൗട്ടെ, ഞാൻ ഫിലിപ്പ് ശ്രമിച്ചോട്ടെ. എനിക്ക് മാറിപ്പോയതാണോ എന്ന് നോക്കട്ടെ. സ്പെല്ലിങ് മാറിപ്പോയോ എന്ന് എനിക്ക് ഡൗട്ടില്ല. മിസ്സിയല്ല, ഒരു ഫിലിപ്പ്. രണ്ടുണ്ട്. ഞാൻ ഓർത്തു പിന്നീട് എവിടെയോ ഇന്ന് തെറ്റുപറ്റിയിരുന്നു. രണ്ടെല്ലുണ്ടേ, ശ്രദ്ധിച്ചോളെ. FILL ഇന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മാറ്റിപ്പോയതാണ്. FI ഒരു എല്ലിന്റെ കുറവുണ്ട് കേട്ടോ. FILLIP ആണ് ഫിലിപ്പ്. ഫിലിപ്പ് എന്ന നൗണിന്റെ അർത്ഥം, നൗണാണ്, വെർബല്ല. നൗണിന്റെ അർത്ഥം സ്റ്റിമുലസ്, ബൂസ്റ്റ്, എൻകറേജ്മെന്റ്, ഇൻസെന്റീവ്. നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ബൂസ്റ്റ് ആണ്, നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്, നമുക്കൊരു സ്റ്റിമുലസ് ആണ്, നമുക്കൊരു സ്റ്റിമുലേഷൻ ആണ്, ഇൻസെന്റീവ് ആണ്. ദാറ്റ് ഇസ് ഫിലിപ്പ്. ഓക്കെ, ഐ കൻ നോട്ട് താങ്ക് യു ഇനഫ് ഫോർ ദ ഫിലിപ്പ് ദാറ്റ് യു ഹാവ് പ്രൊവൈഡഡ് മീ. ഓക്കെ, എനിക്ക് തന്ന ആ ഫിലിപ്പ്, എനിക്ക് തന്ന എൻകറേജ്മെന്റ് എന്നൊക്കെ പറയുക അത്. ഓക്കെ, ഓർത്തോളാം. Yes. Staying on the sidelines of his sober issue stark foolishness. That's great. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ അങ്ങനെ ഒരു നോക്കുന്നത്? അവൻ ഉദ്ദേശിച്ച് ഇതാടാ, അവൻ ഉദ്ദേശിച്ച് എന്താ എനിക്ക് മനസ്സിലായി. നീ താമസിച്ചൊന്നും ഉണ്ടാകും, വേറെ ഒന്നുമില്ല. വേറെ എന്ത് പറയാനവൻ, വേറെ എന്ത് ഉദ്ദേശിക്കാനവൻ? നീ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അല്ലേ? തെറ്റിദ്ധരിക്കണ്ട. അതാണ് എനിക്ക് മനസ്സിലായിട്ടോ. ഇനി എന്റെ തെറ്റാണോ എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. ഓക്കെ, ഓ ബൈ ആരതി. ആരതി ഭയങ്കര ദൈവവിശ്വാസം കൂടിയിരുന്നു, ഭയങ്കര അമ്പലത്തിൽ പോക്കൊക്കെയാണ്. സുബിൻ MTS ക്ലാസ് ആണോ? SC MTS അല്ലേ? SSC MTSനും ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ് കേട്ടോ. എഡിറ്റോറിയൽ സെഷൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. The Philip to his students before examination is very appreciable. That's great. His influence was the most lasting of all. That's great. The footing of new expressway laid yesterday by Modi. Okay, expressway laid. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. The footing of new expressway എക്സ്പ്രസ് വാസ് ലെയ്ഡ് ആണ് നീ ഉദ്ദേശിച്ചത് അല്ലേ? വാസ് ലെയ്ഡ്, അത് കറക്റ്റ്. വാസ് ലെയ്ഡ് ആണ് കറക്റ്റ്. എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ലെയ്ഡ് ചെയ്യപ്പെട്ടു അല്ലേ? വാസ് ലെയ്ഡ് അത് തന്നെ. ഷൈനി അതല്ലേ ഉദ്ദേശിച്ചത്? വാസ് ലെയ്ഡ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. Rinduvam pleaded students to give her a tranche of love merely by liking the session. പിന്നല്ല, barely had she come to college. That's great. Parvati. Barely did he admit to the examination hall. That's great. 5 years of prison life prepared him to live an enduring life. That's great. There was a stark war of words between Janish Kumar MLA and bureaucracy in Koni. He barely eats pasta. That's great. Preparation for the examination should be stark. Yes, it must be sharp, severe, complete. അത് ശരിയാ. ഉറങ്ങാൻ പോയതും ആകുമല്ലേ? ശരിയാ വരും. നമ്മൾ എന്താണോ ചിന്തിക്കാത്തെ? ഞാൻ എന്താണോ അത് ചിന്തിക്കാത്തെ? Rinduvam gives filth to everyone. I'm glad to hear that. Let's move to next one. Delegation. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നതാണ് delegation. Delegation എന്ന് പറഞ്ഞാൽ a body of representatives അല്ലെങ്കിൽ deputation. അതിനാണ് delegation. Delegate എന്നൊക്കെ പറഞ്ഞാലും സെയിം മീനിങ് ആട്ടോ. Delegate എന്ന് പറഞ്ഞതും സെയിം മീനിങ് ആണ്. അതേപോലെ നമുക്ക് അസൈൻമെന്റ് എന്നൊരു അർത്ഥമുണ്ട്. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന, ഡെലിഗേറ്റ് എന്നതും ഡെലിഗേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഒരു സാധനം, റെപ്രസെന്റേറ്റീവ്സിന്റെ ആ ഒരു ഇതില്ലേ, നമ്മുടെ അംബാസഡർ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതിന് ഡെലിഗേറ്റ് അല്ലെ ഡെലിഗേഷൻ, റെപ്രസെന്റേറ്റീവ്സ് എന്നൊക്കെ പറയുക. അതേപോലെ നമുക്ക് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ അല്ല, നമ്മുടെ ആർമിയുടെ ഓരോ വിങ്ങിന് ഓരോ ഡെലിഗേഷനാണ്, ഓരോ അസൈൻമെന്റാണ്. സോ ഡെലിഗേഷൻ ക്യാൻ ഓൾസോ മീൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്.
So അടുത്ത നോക്കിയാ ഇൻസിസ്റ്റ് ചെയ്യാം. എന്താ ഇൻസിസ്റ്റ് ചെയ്യാം? നമ്മൾ നിർബന്ധിക്കാം. ഡോണ്ട് ഇൻസിസ്റ്റ് മീ ഓൺ ദാറ്റ്. എന്നെ നിർബന്ധിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യുക, ഹോൾഡ് ഓൺ ചെയ്യുക, റിക്വയർ, എക്സോർട്ട് ചെയ്യുക, ഏർജ് ചെയ്യുക. ഒരു കാര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഇൻസിസ്റ്റ് ചെയ്യുക. ഹോൾഡ് ഓൺ ചെയ്യുക, റിക്വയർ ചെയ്യുക, എക്സോർട്ട് ചെയ്യുക, ഏർജ് ചെയ്യുക. ദാറ്റ് ഇസ് ഇൻസിസ്റ്റ് ഓർ ഡോൺ. അടുത്ത ഡെസ്പറേഷൻ. ഐ മീൻ സ്റ്റാർക്ക് ഡെസ്പറേഷൻ ഓഫ് സക്സസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓർ ലവ് ഓർ വാട്ട് എവർ. എന്താ ഡെസ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോപ്പ്ലെസ്നെസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നടക്കില്ല എന്നൊരു നമ്മുടെ മനസ്സിലൊരു ഡെസ്പെയർ ഉണ്ടല്ലോ. അതായത് എന്താ പറയുക, അതിനെ വിളിക്കാം നിരാശ. ദാറ്റ് ഇസ് ഡെസ്പറേഷൻ. ഹോപ്പ്ലെസ്നെസ്, അതൊരു ഒരു പ്രതീക്ഷയില്ലായ്മ. നിരാശയാണല്ലോ അതിന് ഒരു പ്രതീക്ഷയില്ലായ്മയ്ക്കാണല്ലോ നമ്മൾ നിരാശ എന്ന് വിളിക്കാം. ഡെസ്പറേഷൻ, ഹോപ്പ്ലെസ്നെസ്, ഡെസ്പയർ, ആൻഗ്വിഷ്, മിസറി, വല്ലാത്തൊരവസ്ഥ. അതിനാണ് ഡെസ്പറേഷൻ എന്ന് പറയാം. Don't be desperate. Don't be desperate. Desperate ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ adjective. Desperate. Desperate situation എന്ന് കേട്ടില്ലേ? Desperate. Desperate adjective ആണ്. ഡെസ്പറേഷൻ ഒക്കെ ഷോർട്ടാണ് നമ്മൾ പറയുന്നത്. ഡെസ്പ് ആവില്ലടാ നീ, ഇന്ന് ഡെസ്പ് ആവില്ല ഇങ്ങനെ. ദാറ്റ് ഇസ് ഡെസ്പറേഷന്റെ ഷോർട്ട് ഫോം ആണ്. ഇനി ഡീബിലിറ്റേറ്റിംഗ്. ഡിബിലിറ്റേറ്റ് ചെയ്യുക അറിയാലോ, വീക്കൻ ചെയ്യുക, എൻഫീബിൾ ചെയ്യുക, എനർവേറ്റ് ചെയ്യുക. സോ ഡിബിലിറ്റേറ്റിംഗ് ഇസ് ആൻ adjective. വീക്കനിങ്, എൻഫീബ്ലിംഗ്, എനോവേറ്റിംഗ്. വീക്കൻ ചെയ്യുന്ന അതാണ് ഡിബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള പറയുന്നത്. അടുത്ത പെരിലസ്. പെരിൽ എന്ന നൗണിന്റെ adjective formulation ആണ് പെരിലസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട് പെരിൽ എന്ന് പറയുന്നത് നൗൺ ആണെന്നും. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇംപെറിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ് ആണെന്ന്. ഇംപെറിൽ ചെയ്യുക വേർബ്, പെറിൽ എന്ന് പറയുന്ന നൗൺ. ഓർത്തോ? സോ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ പെരിലസ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം ഇതാണ്: ഡേഞ്ചറസ്, റിസ്കി, ഹസാർഡസ്, പ്രിക്കാരിയസ് എന്നൊക്കെ അർത്ഥം. ദാറ്റ് ഇസ് പെരിലസ് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഡേഞ്ചറസ് ആയ, ഹസറസ് ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള, ജെപ്പഡൈസ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. അതിനെയാണ് പെരിലസ് എന്ന വാക്കിന്റെ അർത്ഥം പറയാം. ഇംപെറിൽ എന്ന വേർബാണ് അർത്ഥം, അതിന്റെ വേർബ് ഫോർമുലേഷൻ. പെറിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നൗൺ ഫോർമുലേഷൻ. ഡിഫറൻസ് ഓർത്തിരുന്നാൽ മതി. You'll get the idea. Okay, let me see the enduring memories of college days. Okay, അത് പറയാം. ബട്ട് അതൊരു ഫ്രേസ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ, സെന്റൻസ് ആയില്ല കേട്ടോ. സൺലെ the enduring memories of college days ഒരു ഫ്രേസ് അല്ലേ. The filth I felt after the rhetoric rendered by Renduman paved the way for my consistency in enriching vocabulary. Okay, that's a great note. Okay, he joined the excise department on a delegation. Great. Before starting a new business, you should have a strong footing in the finance. Yeah. He cited that the rendering of inner filth to the students' empowerment is a commendable one. Great. People in the island barely communicate with outsiders. Great. Mitchell Stark got man of the match. He had performed stark bowling during the match. Great. They decided to make their relationship more friendly. That's great. Can you insist him to do this work? That's great. My parents insisted to പ്രത്യേകത. ഇൻസിസ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ടും ഇൻട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഇൻട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രൊപ്പോസിഷൻ കൊടുക്കുവാണെങ്കിൽ ഇൻസിസ്റ്റ് ഓൺ എന്ന് പറയുള്ളൂ. ഇൻസിസ്റ്റ് ഓൺ സംതിങ് എന്ന് പറയുള്ളൂ. എന്നാൽ അവരെ ഇൻസിസ്റ്റ് ചെയ്തു, ഒരാളെ ഇൻസിസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കാം. എന്തിനെ ഇൻസിസ്റ്റ് ചെയ്ത്? ഇൻസിസ്റ്റ് ഓൺ ഡൂയിങ് ദിസ് വർക്ക് എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ റൈറ്റ്, യെസ്, സോനൽ കറക്റ്റ് ആട്ടോ പറഞ്ഞു. ഇൻസിസ്റ്റ് ഹിം ഫോർ റൈറ്റിംഗ് ദ എക്സാം. Philip made him to win the competition. Right. He insisted a huge dowry from the bride's family. All right. അവിടെ ഇൻസിസ്റ്റഡ് എ ഹ്യൂജ് ഡൗറി അല്ല, he insisted on a huge dowry. കൊടുക്കുന്നത് ഒരു വസ്തുവാണെങ്കിൽ ഇൻസിസ്റ്റഡ് ഓൺ സംതിങ് എന്ന് പറയും. ആരെങ്കിലും ഇൻസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇൻസിസ്റ്റഡ്. അപ്പൊ ഞാൻ പറയണം, ഐ ഇൻസിസ്റ്റ് അംല ടു കം ടു ദ സെഷൻ. ഞാൻ അമലോട് ഇൻസിസ്റ്റ് ചെയ്തു സെഷന് വരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഓൺ അംല എന്നെനിക്ക് കൊടുക്കണം. അമലയെ ഇൻസിസ്റ്റ് ചെയ്തു എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യത്തിന്മേൽ ഇൻസിസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഓൺ കൊടുക്കണം. ഹി ഇൻസിസ്റ്റഡ് ഓൺ എ ഹ്യൂജ് ഡൗറി ഫോർ ദ ബ്രൈഡ്സ് ഫാമിലി. എന്നാൽ സോനിൽ കൊടുത്തേക്കുന്നത് കറക്റ്റ്. ഷീ ഇൻസിസ്റ്റഡ് ഹിം ഫോർ റൈറ്റിംഗ് ദ എക്സാം. മനസ്സിലായോ? My friend's untimely death led us to desperation. All right. His health condition is debilitating and so doctors are in desperation. All right. He insisted his friend to come back from desperation. All right. Desperation that Anjali left after marrying a skeptical person insisted her to allow. Anjali എവിടെ നിന്നാണ് പുതിയ ആളെന്നെ പിടിച്ചോ? That's great. He gets over desperate situation. Jack Sparrow is a master in perilous journey. ആണോ? ഓർമ്മിപ്പിക്കില്ല എനിക്ക് ഇപ്പോഴും. I'm a big fan of Jack Sparrow.
എനിക്ക് തോന്നുന്നത് പുള്ളിയെ ഭയങ്കര ഇഷ്ടം. ജോണി ഡെപ്പ് എൻ്റെ ഇതിൻ്റെ എന്താ പറയുക സെലിബ്രിറ്റി ക്രഷാ. The Vanguard ordered his personal എന്താണെന്ന് എനിക്കറിയില്ല. ഐ ലൈക്ക് ഹിസ് ഐസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങയുടെ ഐ വെച്ചിട്ടുള്ള അഭിനയം. ഞാൻ ഇംഗ്ലീഷ് മൂവീസിൽ എപ്പോഴും ആലോചിക്കും, സിനിമ കാണുമ്പോൾ ഞാൻ പണ്ട് മുതലേ ആലോചിക്കുന്നത് പുള്ളിയുടെ കണ്ണുകൊണ്ടുള്ള അവരെ വേറെ ഒരു ഇംഗ്ലീഷ് നടനും ഞാൻ കണ്ടിട്ടില്ല. അത്ര നന്നായിട്ട് കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് അഭിനയിക്കും കേട്ടോ. പുള്ളിയുടെ ആ ഇതൊക്കെ വരുന്നത് ഇമോഷൻസ് ഒക്കെ വരുന്നൊന്ന് കാണും. പുള്ളിയുടെ ഒരു മൂവി ഉണ്ട്, ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് സീൻ ഇറ്റ് ഓർ നോട്ട്, ദ പ്രൊഫസർ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് പുള്ളിയുടെ. ഞാനത് എപ്പോഴാണ് കണ്ടേ, ഞാനത് കണ്ടിട്ട് കരഞ്ഞുപോയി. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ കരയാറില്ല, ഞാൻ അങ്ങനെ കരയില്ല, കുഞ്ഞിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ കരയാറില്ല എന്താണ്. ബട്ട് ആ മൂവി ഉണ്ട്, ഐ വാസ് തീർന്നു. എക്സ്പയർ ഓർമ്മിച്ചപ്പോൾ വികാരങ്ങളൊക്കെ വന്നു. എന്താ ചെയ്യാം, സങ്കടമൊക്കെ വന്നു പെട്ടെന്ന് ആ മൂവിനെ പറ്റി ഓർത്തിട്ട്. The Vanguard ordered his personnel to be very in this delegation. Great. I always insist my mom to make biryani. That's great. കൊള്ളാം. നീ ഇന്നാളെ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴോ നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പോഴോ ഗണപടി മോളി എന്നൊക്കെ പറഞ്ഞ് ഇതന്നെയാന്ന് തോന്നുന്നു. എന്തൊക്കെ അടുക്കള എന്തോ എക്സ്പെരിമെന്റ് ചെയ്തെന്ന് പറഞ്ഞല്ലേ. The toxic behavior of my friend's boyfriend debilitated her. Great sentence. Perilous efforts of pesticides were presented in the seminar. Great. അടുത്തത് നോക്കാം. നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലീസ് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഇനിയും പഠനം മുറുക്കിയിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്, വി ഡോണ്ട് ഹാവ് ടൈം എനി മോർ ടൈം. ഇനി സമയം നമുക്ക് ഒരുപാട് കളയാനില്ല. ഉള്ളത് പഠിക്കുമ്പോൾ നമ്മളെല്ലാം ബേസ് കവർ ചെയ്ത് പോകാം. സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കാം, വളരെ സ്മാർട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. 20 മാർക്സ് ഇംഗ്ലീഷിനുണ്ട്, 20 മാർക്സ് മാത്സ് ആൻഡ് റീസണിങ്ങിനുണ്ട്, ആൻഡ് പിന്നെ നിങ്ങൾക്ക് 10 മാർക്ക് മലയാളത്തിനുണ്ട്. ജി കെ സ്ട്രോങ് ഹോൾഡ് ഉള്ളവർ എന്ത് ചെയ്യാം, ജി കെയിൽ സ്ട്രോങ് ഫുട്ടിംഗ് ഉള്ളവർ അതിൽ വർക്ക് ചെയ്യാം. അറിയാലോ, ആ ലെവലിൽ വർക്ക് ചെയ്ത് പോകണം. ഇൻ എ വെരി ടാക്ടിക്കൽ മൂവ്, എന്നാലേ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വർക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണം, എന്നാലേ നമ്മളൊരു സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റീവായി അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടൈംലി വളരെ ടൈമായിട്ട് നമ്മൾ സെറ്റായിട്ടുള്ള ടൈം ടേബിൾ പ്ലസ് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് നോട്ട്സും കാര്യങ്ങളും ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഡ് അപ്ലൈ മറക്കണ്ട, Y314 Y314 കോഡ് അപ്ലൈ ചെയ്താൽ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റിലോട്ട് പോകട്ടെ. വൊക്കാബ് ഇന്നവിറ്റബിൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നവിറ്റബിൾ ആയിട്ടുള്ളത്, ഇന്നവിറ്റബിൾ പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ് അല്ലെ, ഇൻഎസ്കേപ്പബിൾ ആണ്, അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ. ഞാൻ ഇപ്പം ഇന്നവിറ്റബിൾ വേർഡ് പറഞ്ഞാലും ഞാൻ പറയാറുണ്ട്, ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, യു കനോട്ട് എസ്കേപ്പ് ഫ്രം ഇറ്റ് അല്ലെ. ഇന്നവിറ്റബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ്, ഇൻഎക്സോറബിൾ ആണ്, ദാറ്റ് ഇസ് ഇന്നവിറ്റബിൾ എന്ന വാക്ക്. ഓക്കെ, അടുത്ത് നോക്കിയേ, പ്രീപോണ്ടറന്റ്. പ്രീപോണ്ടറന്റ് ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ആണ്. പ്രീപോണ്ടറന്റ് എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിവലന്റ് ആയിട്ടുള്ള, ഡോമിനന്റ് ആയിട്ടുള്ള പ്രിവലന്റ് ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള, അതാണ് പ്രീപോണ്ടറന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. പ്രീപോണ്ടറന്റ് ഓർത്തോണം. ഓക്കെ, അടുത്ത് ഫൊർബോഡിയ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പം. ഫൊർബോഡ് അല്ലെ, ഫൊർബോഡ് എന്ന വാക്കിനർത്ഥം എന്താ? ഫോർട്ടൽ ചെയ്യുക, പ്രൊഫസി ചെയ്യുക, പോർട്ടന്റ് ചെയ്യുക, ഓഗർ ചെയ്യുക, പ്രസാദ് ചെയ്യുക, മുൻകൂട്ടി ഒരു കാര്യത്തിന് വാർണിംഗ് കൊടുക്കുക അല്ലെ, ഫൊർബോഡിയ. പ്രൊഫസി സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണെ, SY ആകുമ്പോൾ ഇറ്റ്സ് വേർബ്, CY ആണെങ്കിൽ അത് നൗൺ ആണ്. പ്രൊഫസി നൗൺ ഉണ്ട് കേട്ടോ, പ്രൊഫസി നൗൺ ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്നയാളുടെ പ്രൊഫസി എന്നൊക്കെ പറയില്ലേ, നബിയുടെ പ്രൊഫസി എന്നൊക്കെ പറയില്ലേ, മുഹമ്മദ് നബിയുടെ പ്രൊഫസി എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ പ്രൊഫസിയിലെ CY എന്നാൽ നൗൺ ആണ്, പ്രവചനം എന്ന് പറഞ്ഞു. എന്നാൽ SY വരുന്നത് പോകുമ്പോൾ അത് ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഞാൻ പറയാറുണ്ട്, CY ആൻഡ് SY ലൈസൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രാക്ടീസിന്റെ കാര്യത്തിൽ എല്ലാം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അടുത്ത മെഡൽ ചെയ്യുക. വാട്ട് ഇസ് മെഡൽ ചെയ്യുക? മെഡൽ ചെയ്യുക മീൻസ് ഇന്റർഫിയർ ചെയ്യുക, ബട്ടൺ ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക, ഇന്റർവീൻ ചെയ്യുക, ട്രൈ ചെയ്യുക, ദാറ്റ് ഇസ് മെഡൽ. മെഡൽ ഇൻ സംബഡീസ് ഇഷ്യൂ, ഒരു മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുകയില്ലേ, വെട്ടപ്പെട്ടുന്ന മുട കണ്ട ഇടപെടുക, അതാണ് മെഡൽ ചെയ്യുക. ഓർത്തോളം മെഡൽ. ഓക്കെ, മെഡലിംഗ് എന്നൊക്കെ പറയാം ചേരണ്ടായിട്ട്. അടുത്തന്നെ പ്രോസ്പെക്ട്, കേട്ടുപരിചയം ഉണ്ടായിരിക്കും. പ്രോസ്പെക്ട്, പോസിബിലിറ്റി, ഹോപ്പ് എന്നൊക്കെ പറയും. എക്സ്പെക്ടേഷൻ, പോസിബിലിറ്റി എന്നൊക്കെ പറയില്ലേ. നൗൺ ആയിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. അതെ, കാൻഡിഡേറ്റ് എന്നുണ്ട് പ്രോസ്പെക്റ്റിന്റെ അർത്ഥം. കാൻഡിഡേറ്റ്, യു ആർ എ ഗ്രേറ്റ് പ്രോസ്പെക്ട് ഫോർ ദിസ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ നീ പറ്റിയ ഒരു പ്രോസ്പെക്റ്റ് ആണ്, കാൻഡിഡേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. അത് പ്രോസ്പെക്ട് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ വേറെ വേർബാണ് ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക. പ്രോസ്പെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വെർബ് ക്രിയ വരുമ്പോൾ അതിന്റെ മീനിങ് മാറി ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക. വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്.
നോക്കട്ടെ അടുത്ത സെന്റൻസ്. ഓക്കെ, എവിടം വരെ എത്തി? യാ, സെമിനാറിന് വരെ പറ്റില്ല. The terrorist always insist some demand. Insist some demand അല്ല, insist on. അവിടെ some എന്തേ insist ചെയ്തു? The terrorist always insist on some demand after kidnapping someone എന്ന് കൊടുക്കാം കേട്ടോ. Terrorist always insist on some demand. Okay. The timely aid of the army in the better situation took away the delegation of the indigenous people. Right. The effects of deforestation on environment is perilous. All right. ചിക്കൻ കൊണ്ടാണോ? അത് ഓക്കെ ഓക്കെ, അത് കൊള്ളാം. Children insist candidates, sorry, candies, sorry. Children insist on candies. On top, എന്ത് insist ചെയ്തു? On candies. Lakshmi, children insist on candies to buy groceries. Okay. Perilous situations are impending when you lay down your footing with illicit dealers. Great. The manager insisted his secrecy to arrange all the recorded files. Great. You are an inevitable part of my life, my friend. That's great. You are an inevitable person in my life. That's great. Russia Ukraine, നാളെ ഇനി അതായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത് അല്ലേ? നാളെ വാലൻസിക്ക് ഇതുള്ള കോട്സാ. You are inevitable in my life. എൻ്റെ അമ്മ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് നീ അല്ലേ? ചായക്കടയിൽ പഴമില്ലാത്ത ചായക്കട, വഴക്കില്ലാത്ത ചായക്കട പോലെ, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അങ്ങനെയുണ്ട്. നാളെ ഇനി കോട്സിന് മേളമായിരിക്കും. റഷ്യ ഉക്രൈൻ, ബട്ട് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് കേട്ടോ. ഉള്ളവർക്ക്, ഇല്ലാത്തവരെ സംബന്ധിച്ചോളം ദാറ്റ്സ് എ റെഗുലർ ഡേ എന്ന് പറയുന്ന പോലെ. Valentine ഇല്ലാത്തവർക്ക്. The Russia-Ukraine conflict is paving the way for debilitating the economy in both the countries. Great. The police were aware of the perilous elements when carrying such an operation. When carrying out, when carrying out, performing, conducting, when carrying out such an operation. കേട്ടോ, out അവിടെ. According to Indian parents, marriage is inevitable. ആണെന്നേ. ഇന്ത്യൻ പേരൻസിനുള്ള ഒരു കാര്യം, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭൂമി ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്നത്. ലോകം ഇടിഞ്ഞു വീഴും എന്താണ്? അതാണായാലും പെണ്ണായാലും അത് അക്കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് ജെൻഡർ ഒന്നുമില്ല, അവർക്ക് കല്യാണം വെക്കണം, ഹോമം വേണം എന്ന് പറയുന്ന പോലെ. The things are happened as he foresaw. Things are happened അല്ല, things happened ഉള്ളൂ. ആര് happened വരില്ല പാർവതി, പാസീവ് വോയിസ് അല്ല, നോർമൽ ആക്റ്റീവ് വോയിസ് കൊടുക്കാം. Things happened as he forwarded. കേട്ടോ. If you're born, death is inevitable. Yes, Shamase. Editorial session is now an inevitable part of my life. ഓഹോ, ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിലെ ഷമാസ് മറ്റ് സെഷൻസ് ഒക്കെ വരുമായിരുന്നു, എഡിറ്റോറിയൽ വരില്ലായിരുന്നു. പിന്നെ ഷമാസിന് അല്ല, സോറി, ഷമാസിന് നന്ദീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ അല്ലെ, പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വന്നത്. ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ദിസ് സെഷൻ ഈസ് an inevitable part of my life. Yes, Pravi, I know. No one is inevitable in our life. അതെ, ആരും അല്ലെ ഇൻഎസ്കേപ്പബിൾ അല്ലാതെ, അൺഅവോയ്ഡബിൾ അല്ലാതെ. അല്ല, ലൈഫിൽ നമ്മളെല്ലാം ഒറ്റയാണ് അല്ലേ സോനല്ലേ? He always meddled in my problems. എന്താണ് അല്ലേ? After reaching the Senate, Naveen had spoken about the anguish memories when he started the business. Great. We cannot change the perilous nature of competitive exams. Yes, we should not be desperate manner. We should not be desperate manner. We should not be in desperate manner. We should not be in desperate manner. അല്ലെങ്കിൽ ഹർഷദേ, we should not be desperate എന്ന് മതി. We should not be desperate correct. We should not be in a desperate manner എന്ന് വേണം കൊടുക്കാൻ. Manner ഉണ്ടെങ്കിൽ ഇന്ന് വേണം. Inevitable desire is mandatory for preparation. Yes, it is. A burning desire. Even though he was an inevitable part of my life, I left him since an astrologer foreboded that our relationship was not going to be good. അമല, നീ എന്ത് പരിപാടിയാണ് കണ്ടൊരു അസ്ട്രോളജർ പറഞ്ഞനുസരിച്ച് നീ അവനെ ഉപേക്ഷിച്ചു, അത് മോശമായി. ഇഫ് യു റിയലി വോണ്ട് ടു ഡു ദാറ്റ് എന്ന് അമലയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അമലയ്ക്ക് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ ഒരു അസ്ട്രോളജർ പറഞ്ഞനുസരിച്ച് മോശമായി. കൊള്ളാം. The court ordered to prospect the land. Great. ഇൻസിസ്റ്റ് ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആയി പറയാം. ഇൻസിസ്റ്റ് എന്ന് പറയുന്നത് ഒരാളെ ഇൻസിസ്റ്റ് ചെയ്തു. ഞാൻ പറയാണ്, ഐ ഇൻസിസ്റ്റഡ് ലക്ഷ്മി ടു അറ്റൻഡ് റെഗുലർ എഡിറ്റോറിയൽ സെഷൻ റെഗുലർലി. ഞാൻ നിർബന്ധിച്ചു ലക്ഷ്മിയെ എഡിറ്റോറിയൽ സെഷൻ എല്ലാ ദിവസവും വന്ന് കൂടാൻ വേണ്ടി. ഞാൻ ഒരാളെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസിസ്റ്റ് സംബഡി നേരെ അങ്ങോട്ട് ഇട്ടാൽ മതി, ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്തു എങ്കിൽ ഐ ഇൻസിസ്റ്റഡ് ഓൺ doing the work. I insisted on dowry. I insisted on a laptop. നിർബന്ധി കൊടുക്കുന്നു. എന്തിന്റെ മേൽ നിർബന്ധം കൊടുക്കുക? ഒരു കാര്യത്തിന്മേൽ നിർബന്ധം കൊടുക്കുക. അവിടെ ഓൺ വേണം, നിർബന്ധം കേട്ടോ. നിർബന്ധിക്കുമ്പോൾ നിർബന്ധം വേണം. അതാണ്. കണ്ടിന്യൂസ് പെർലെസ് സിറ്റുവേഷൻസ് ആർ ഓവർകമ്മിങ് ത്രൂ പറയില്ലല്ലോ. ഓവർകം ചെയ്യുക ട്രാൻസിറ്റീവ്. അത് പാസീവ് വോയിസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? are overcome through his hard work എന്ന് കൊടുത്തു എന്ന് കുഴപ്പമില്ല. കണ്ടിന്യൂസ് പെർലെസ് സിറ്റുവേഷൻസ് ആർ overcome. Overcome past tense
ഇത്രയും ഓവർകം ആണ് കൊള്ളും. ഓവർകമ്മിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റോങ്. ഓവർകമ്മിങ് എന്ത് ഓവർകം ചെയ്യണം? ഓവർകമ്മിങ് ഡിഫിക്കൽട്ടീസ്. ഇത് പാസീവ് വോയിസ് കൊടുത്ത ഷൈനി ഉപയോഗിച്ച് കറക്റ്റ്. ആർ ഓവർകം എന്ന് കൊടുത്തു. ഷി മെഡൽഡ് ഇൻ എവറി പ്രോബ്ലംസ് അല്ല അമല. എവറിയുടെ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഇനി ഓർമ്മിപ്പിക്കാണ്. എവറിയുടെ കൂടെ, ഈച്ചിന്റെ കൂടെ, ഐദറിന്റെ കൂടെ, നൈദറിന്റെ കൂടെ. നമ്മൾ എന്തിട്ട് കൊടുക്കണം? സിംഗുലർ നൗൺ ഇട്ട് കൊടുത്തേ. അത് മാത്രം മറക്കാതെ ശ്രദ്ധിക്കാം. എപ്പോഴും ഇതിന്റെ കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് സിംഗുലർ നൗൺ ആയിരിക്കണം. മാത്രവുമല്ല അതിന്റെ കൂടെ സിംഗുലർ വേർബും കൊടുക്കുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ എവറി പ്രോബ്ലംസ് അല്ല, എവറി പ്രോബ്ലം ബിറ്റ്വീൻ അസ് ആൻഡ് ഇറ്റ് വാസ് ഡിസ്കസ്ഡിംഗ്. The preponderant technology will rule the world. Yes, great. India was preponderant over Pakistan in the T20 Women's World Cup match yesterday. Yeah. Doctors cited that the patient overcame the perilous stage. Perilous stage now. There is a prospect on. And comma കൊടുക്കണം. Overcame the perilous stage. Now, comma. Now there is a little prospect on him. എന്ന് കൊടുക്കാം. ടൈം ഉണ്ടായിട്ട് മെഡിക്കൽ ക്ലാസ് അറ്റൻഡ് ഒരു കുറ്റബോധം അല്ലേ? ഓ ശരി, അതെനിക്ക് ഇഷ്ടപ്പെട്ട അനുഭവം. He's preponderant over others. Great. The primary needs of human being is not inevitable. Jarek saying great. Good. Deciduous trees will shed their leaves in autumn. Even the monks haven't foreboded about it. That's great. Valentine's Day is not at all inevitable for single person like me. കൊള്ളാം, ഇഷ്ടപ്പെട്ട. കേൾക്കുമ്പോൾ സന്തോഷം കേട്ടോ. സിംഗിൾ ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്, അല്ലാതെ നോ ഓരോരുത്തർക്ക് ഓരോ ലെവലാണ്. സിംഗിൾ ഇസ് ഗുഡ് ആക്ച്വലി. ഡോണ്ട് മെഡൽ ഹിസ് ലൈഫ്. ദാറ്റ്സ് ഗുഡ്. ഡോണ്ട് മെഡൽ ഹിസ് ലൈഫ് അല്ല, ഡോണ്ട് മെഡൽ ഇൻ ഹിസ് ലൈഫ്. അവന്റെ ലൈഫിൽ ഇന്റർവ്യൂ ചെയ്യല്ലേ. ഇന്റർവ്യൂ ഇൻ സംതിങ് എന്ന് പറയുന്നത് ഇൻ സംബഡീസ് ലൈഫ്. അതുപോലെ മെഡൽ ഇൻ ഹിസ് ലൈഫ്. The prospect of winning the election was high. The prospect from my college to attend the seminar was me. Okay, that's great. To forebode future is outdated method without proper statistical data. Outdated ഒറ്റ വാക്കിട്ടോ അനുവേ. Okay. I don't like his that character. Bilahari, I don't like his character that meddle in, I don't like his character that meddles in others' life. അവന്റെ ലൈഫിലെ അവിടെ ദാറ്റ് ക്യാരക്ടർ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ക്യാരക്ടർ ഓഫ് അങ്ങനെ കൊടുക്കുക. ഹിസ് ദാറ്റ് ക്യാരക്ടർ എന്ന് കൊടുക്കില്ല, അത് തെറ്റാ. നമ്മളെ ഒരു പൊസിറ്റീവ്സെ നൗണ് കൊടുക്കും, ഒരു ഡിറ്റർമിനർ കൊടുക്കും. ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഡിമോൺസ്ട്രേറ്റീവ്, അത് ഏതെങ്കിലും ഒന്നേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഹിസ് ദാറ്റ് ക്യാരക്ടർ ഇസ് റോങ്. ഇനി വരെ എന്ന് കൊടുക്കണം അറിയാം. ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ക്യാരക്ടർ ദാറ്റ് മെഡൽസ് ഇൻ അതേഴ്സ് ലൈഫ്. അവിടെ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ദാറ്റ് കൊടുത്തു, കൺജങ്ഷൻ ആയിട്ട് ദാറ്റ് കൊടുക്കുക, ദാറ്റ് മെഡൽസ് ഇൻ അതേഴ്സ് ലൈഫ് കൊടുക്കുക. അതൊന്ന് കറക്റ്റാണ് കേട്ടോ. ലഹരി അത് ശ്രദ്ധിക്കണേ. സോൾട്ട് ഇസ് ഇൻഎവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് ഫോർ ഗ്രോവൽ. യാ, കഞ്ഞി വെക്കില്ല. Even though Nandisha, Vinu and I don't have Valentine, we aren't desperate about not having a girlfriend. I know that. അതൊക്കെ കൊള്ളാം. ഞങ്ങളൊക്കെ സിംഗിൾ ആണെങ്കിലേ ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. The preponderant behavior of him led to the cleavage of relationship. അത് കേട്ട നന്ദീഷ് വരെ ചിരി വന്നു. വിനുവിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലത്. No one is preponderant to anyone. Yes, great. Yes, people. നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ കൊള്ളായിരുന്നു. ഫുള്ള് ഞാൻ ഒരുപാട് ചിരിച്ചു. ഇന്ന് അടി കിട്ടുമോ കണ്ടു അറിയത്തില്ല, എന്തായാലും കൊള്ളാം. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. നമ്മുടെ ആർട്ടിക്കിൾ ഈസ് അബൌട്ട് നമ്മുടെ ഔട്ട്കം എസ്റ്റിമേറ്റ്സിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം. നോട്ട് ലൂസിങ് സ്റ്റീം. സ്റ്റീം ഒന്നും ലൂസ് ചെയ്യാതെ ലെറ്റ്സ് സീ എന്താണ് നോക്കാം. Capital goods data point to continuing uncertainty on the private sector investment front. നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, വേർഡ്സ് ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടണം കേട്ടോ. വേർഡ്സ് ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, അത് മറക്കണ്ട. ഓക്കെ അല്ലേ? യു ഷുഡ് സ്റ്റോപ്പ് ടു മെഡൽ. സ്റ്റോപ്പ് ടു മെഡലിംഗ് പറയില്ല, യു ഷുഡ് സ്റ്റോപ്പ് ടു മെഡൽ. മെഡലിംഗ് പറയില്ലടാ, ടു മെഡൽ in my life. Remember, you have your own business. Do not mess with me. Great. അപ്പോൾ ടു മെഡലിംഗ് വേണ്ട, ടു മെഡൽ കൊടുത്ത കറക്റ്റ്. അത് നമ്മളെ എനിക്കത് ഇഷ്ടപ്പെട്ടു. കണ്ണീര് തുടച്ചാൽ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. His preponderant behavior always makes disgruntlement in others. നമ്മളെ പോയെന്ന് കൊള്ളാം. നീ ഒന്നും മിണ്ടാതെ പൊക്കാൻ പോലെയത് നിനക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. ഞാൻ അതിനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്ന് വിനു
മിനുവിന്റെ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. Not losing steam, the capital goods data point to continuing uncertainty on the private sector investment front. നമ്മുടെ ക്യാപിറ്റൽ ഡേറ്റ പോയിന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഡേറ്റ പോയിന്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂയിങ് അൺസർട്ടനിറ്റിയെ പറ്റിയാണ്. നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഭാഗത്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് ഇച്ചിരി പ്രശ്നമാണ് പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യത്തിൽ. അതിനെ പറ്റിയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. The latest industrial output estimates from the National Statistical Office indicate an across-the-board loss of momentum in December, with overall production growth slowing to 4.3 year-on-year from November's 7.3% pace. While activity was unchanged or moderated across all the three constituents of the index of industrial production: mining, manufacturing, and electricity. The largest sector, manufacturing, with a weight of almost 78%, was the biggest drag as expansion decelerated to 2.6% from the preceding month's 6.4% increase. Okay. പറഞ്ഞു വരുന്ന ഇതാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന്റെ എസ്റ്റിമേറ്റ്, ഇൻപുട്ട് അല്ല ഔട്ട്പുട്ടിന്റെ ഇതെടുത്ത് എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആണ് ഇത് പുറത്തോട്ട് വിട്ടേക്കണം കേട്ടോ. അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇതാണ്. മൊത്തത്തിൽ നമുക്ക് അക്രോസ് ദ ബോർഡ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ടിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഡിസംബറിലെ മൊമെന്റം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു മൊമെന്റ് ലൂസ് ചെയ്യുന്ന അതിന്റെ സ്ട്രെങ്ത്, മൊമെന്റം സ്ട്രെങ്ത് ആണ് അല്ലെ, ഇന്റൻസിറ്റി സ്ട്രെങ്ത് ലൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. കാര്യം നവംബറിൽ നമ്മുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് 7.3% ആണെങ്കിൽ അത് സ്ലോ ചെയ്ത് ഡിസംബറിൽ എത്തിയപ്പോഴേക്കും 4.3% ആയി. ഏറെക്കുറെ പകുതി എന്ന് പറയാം അല്ലെ, ഏറെക്കുറെ പകുതി തന്നെ പറയാം, ആ ഒരു ലെവലിലോട്ട് എത്തിയെന്ന് പറയാം. അപ്പോൾ അത് വളരെ മോശമാണല്ലോ. പകുതിക്കേലോട്ട് ഗ്രോത്ത് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ്. അപ്പം ആക്ടിവിറ്റിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും അൺചേഞ്ച് ആണ് അല്ലെങ്കിൽ മോഡറേറ്റർ ആയിട്ട് തന്നെ പോകുന്നത്. നമ്മൾ 3 ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട് ഇതിന്റെ ഗ്രോത്തിന്റെ കാര്യത്തിൽ. അതിൽ മൈനിങ്ങിലാണെങ്കിലും മാനുഫാക്ചറിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയിലാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺചേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റർ ആയിട്ടുള്ളതാണ് ആക്ടിവിറ്റി വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ആക്ടിവിറ്റിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നിട്ട് പോലും ഗ്രോത്ത് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് മാനുഫാക്ചറിംഗിന്റെ സെക്ടറിലെ. അതാണ് ഏറ്റവും ലാർജസ്റ്റ് സെക്ടേഴ്സിൽ. ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനിങ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. അപ്പം അതിൽ ഒരു ഓൾമോസ്റ്റ് ആ ഒരു സംഭവം സെറ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ സെറ്റായിട്ട് പോകുന്നത് 78% ഓഫ് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പക്ഷെ നമ്മുടെ ഡ്രാഗ് വന്നിരിക്കുന്നതിന്റെ 2.6%-ലോട്ട് അതിന്റെ ഡ്രാഗ് വന്നിട്ടുണ്ട്, ഡീസലറേഷൻ വന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഗ്രോത്ത് ആണ്, ഡീസലറേഷൻ ഡിഗ്രോത്ത് ആണ്. ഡിഗ്രോത്ത് ഒരു 2.6%-ലോട്ട് വരികയാണ് ഫ്രം ദ പ്രൊസീഡിംഗ് മന്ത്. പ്രൊസീഡിംഗ് മന്തിലെ ഇൻക്രീസ് എങ്ങനെയായിരുന്നു? 6.4% ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ഇവിടെ 2.6-ലോട്ട് ഗ്രോത്ത് മാത്രം 2.6-ലോട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിലാണെങ്കിൽ അത് 6.4 ഇൻക്രീസ് ആയിരുന്നു. അതാണ് ഇത്തവണ കുറഞ്ഞിട്ട് 2.6%-ലോട്ട് വന്നേക്കുന്നത്. ഇനി ലെറ്റ്സ് മൂവ്. Assessed on a sequential or month-on-month basis, mining and manufacturing posted slowdowns, with only electricity growing 7.6% in the wake of November's contraction of 1.5%. Manufacturing, where the sequential growth slowed by more than 2% points to 4.7 from 6.9% in the previous month, was weighed down by 3 of the 6 use-based sectors, including consumer durables, consumer non-durables, and capital goods. The 3 categories reflect a broader trend in the economy. For one, private sector is still to regain an enduring footing, notwithstanding a post-pandemic surge in spending, most visible in the services sector. Production of നോക്കാം. നമ്മളത് അസസ് ചെയ്യുക ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു മന്ത് ഓൺ മന്ത് ബേസിസിൽ അസസ് ചെയ്യുമ്പോൾ മൈനിങ്ങും മാനുഫാക്ചറിങ്ങും ശരിക്കും ഒരു സ്ലോ ഡൗൺ നമുക്ക് കാണാൻ പറ്റും. മൈനിങ്ങിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിന്റെ ഭാഗത്തും സ്ലോ ഡൗൺ കാണാൻ പറ്റും. പക്ഷെ അതേസമയത്ത് ഇലക്ട്രിസിറ്റി എടുക്കുവാണ്, നമ്മൾ കറണ്ട് കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. 7.6% ഗ്രോത്ത് കാണാൻ പറ്റും നവംബറിലെ വെച്ച് നോക്കുമ്പോൾ. നവംബറിലെ കൺട്രാക്ഷൻ 1.5 കൺട്രാക്ഷന്റെ സ്ഥാനത്ത് ഡിസംബറിലോട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് 7.6 ഗ്രോത്ത് കാണാൻ പറ്റും. അവിടെ ഗ്രോത്ത് തന്നെ. മാനുഫാക്ചറിങ് നോക്കുവാണ്, സീക്വൻഷ്യൽ ഗ്രോത്ത് മാനുഫാക്ചറിങ് കുറഞ്ഞെന്ന് പറഞ്ഞില്ലേ, 2% കുറഞ്ഞു കേട്ടോ. 4.7 നിന്ന് 2% കുറഞ്ഞു. അതായത് 6.9% നിന്ന് 4.7%-ലോട്ട് വരുമ്പോൾ അത് കുറവ് 2% കുറവ് നമുക്ക് കാണാൻ പറ്റും. അതാണ് മാനുഫാക്ചറിംഗിൽ നമുക്ക് വരുന്ന ഒരു കാര്യം ഡിഫക്റ്റ് അല്ല വന്നിരിക്കുന്നത് കുറവ്. അതേപോലെ തന്നെ പ്രീവിയസ് മന്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല വെയ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു 3 ഇതായിട്ട് വന്നിട്ടുണ്ട്. 3 of the 6 use based sectors,
അത് ഏതൊക്കെ സെക്ടേഴ്സിലെ മാനുഫാക്ചറിങ് കുറഞ്ഞത് ഡ്യൂറബിൾസിന്റെ കാര്യത്തിൽ, കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കാര്യത്തിൽ. അത് വളരെ പെർമനന്റ് കുറെ നാൾ ഉപയോഗിക്കുന്ന കാര്യം ഡ്യൂറബിൾ എന്ന് പറയുന്നത്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കാറും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ എന്നാൽ കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസിന്റെ കാര്യത്തിലും അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യത്തിൽ ഈ 3 കാര്യത്തിൽ ശ്രദ്ധിച്ചോളാം. 6 ഇതില് യൂസർ ബേസ്ഡ് സെക്ടേഴ്സിൽ 3 കൺസ്യൂമർ ഡ്യൂറബിൾസും കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസും ക്യാപിറ്റൽ ഗുഡ്സിനും നമുക്ക് ഗ്രോത്തിന് കുറവ്, ഡിഗ്രോത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇക്കണോമിയിലെ ഒരു എന്താ പറയാ റിഫ്ലക്ട് ചെയ്തൊരു ബ്രോഡർ ട്രെൻഡിൽ പറയുന്ന ഒരു കാര്യം. എന്നാൽ ഫോർ വൺ ഒരു കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കൺസപ്ഷന്റെ കാര്യത്തിൽ, നമ്മൾ പ്രൈവറ്റ് കൺസപ്ഷൻ കാര്യത്തിൽ ഇനിയും ഒരു എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് നമുക്ക് റീഗെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള കൺസംഷൻ ഇനിയും നമ്മൾ കുറച്ചുകൂടെ പേസ് റീഗെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം അതിലൊരു ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ഫുട്ടിംഗ് ഇല്ല. കാര്യം പോസ്റ്റ് പാൻഡമിക് ഏജിന്റെ സമയത്തും പാൻഡമിക് കഴിഞ്ഞ് പോസ്റ്റ് പാൻഡമിക് ആയി, ഇപ്പം പാൻഡമിക് കഴിഞ്ഞ അവസ്ഥയിൽ പോലും അതിനൊരു സർജ് വന്നിട്ടില്ല, റൈസ് എത്തിയിട്ടില്ല. നമുക്ക് അത് റിപ്രസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. റിപ്രസ് സ്പെൻഡിങ്. കാരണം ഇപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പ്രൈവറ്റ് ആയ ഓരോ ആൾക്കാരും കൺസ്യൂം ചെയ്യുന്ന ഇതല്ലേ. അപ്പൊ പെൻഡപ്പ് ചെയ്യാന്ന് പറയുന്നത് പെൻഡപ്പ് ചെയ്ത് കിടക്കാണ്, പെൻഡപ്പ് സ്പെൻഡിങ് ആണെന്ന് പറഞ്ഞാൽ റിപ്രസ്ഡ് ആണ്, സപ്രസ് ചെയ്തേക്കും. ആൾക്കാർ ഇപ്പോഴും എന്താ പറയാ അത്രയും ഉഷാറായിട്ട് സ്പെൻഡിങ് നടത്തുന്നില്ല. അതിനുള്ള വരുമാനം ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ അകമഴിഞ്ഞ് ഒഴിവാക്കി കടകളിലോട്ടൊക്കെ നമ്മൾ നോക്കിയാൽ പണ്ടത്തെ പോലെ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊന്നും കടകൾ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരണം, അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ ടൗണിലൊക്കെ പോയി ഫുൾ ടൈം എന്തൊക്കെ മേടിച്ച് കാര്യങ്ങൾ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. പരമാവധി കുറെ കാര്യങ്ങളൊക്കെ വാല്യൂ ബേസ്ഡ് ആയിട്ട് വാല്യൂ സേവർ ആയിട്ട് അവർ ഓൺലൈൻ രീതിയിലോട്ടൊക്കെ ആക്കി. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കൺസംഷൻ കുറഞ്ഞു നേരത്തെ കാലം. അത് നമുക്ക് ഓരോ സെക്ടറിലും സർവീസ് സെക്ടറിലും ഒക്കെ കാണാൻ പറ്റും. പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഡ്യൂറബിൾസ് റാങ്ക് 10.4% year on year and 2.2% ഡിസംബർ. വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 10.4% കൺസ്യൂമർ ഡ്യൂറബിൾസ് കുറഞ്ഞിട്ടുണ്ട്. ഡിസംബർ മാസം തന്നെ സീക്വൻഷ്യൽ എടുക്കുകയാണെങ്കിൽ 2.2% കുറവുണ്ട്. ആഫ്റ്റർ റീബൗണ്ടിങ് ഇൻ നവംബർ ഫോളോയിങ് ഫെസ്റ്റിവൽ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു ഫെസ്റ്റിവൽ ഡിമാൻഡ് വന്നതുകൊണ്ട് ആ സമയത്ത് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. എന്നിട്ടും ഡിസംബറിലോട്ട് സീക്വൻഷ്യലി വന്നപ്പോഴേക്കും 2.2% കുറവാകുന്നേക്കണം ഈ കൺസ്യൂമർ ഡ്യൂറബിൾസേ. എന്നാൽ നോൺ ഡ്യൂറബിൾസ് എടുത്തു എക്സ്പീരിയൻസ് ഷാർപ്പ് സീക്വൻഷ്യൽ ഡീസലറേഷൻ. നോൺ ഡ്യൂറബിൾസ് കുത്തനെ അങ്ങ് താന്നു പോയി. അതിന്റെ അപ്പോൾ ഗ്രോത്ത് ബ്രേക്കിംഗ് ടു 7.4% മന്ത് ഓൺ മന്ത്. മാസത്തിലെ ഗ്രോത്തിലോട്ട് നോക്കുമ്പോൾ 7.4% കുത്തനെ ഇടിവാണ് നമ്മുടെ നോൺ ഡ്യൂറബിൾസിന്റെ കാര്യത്തിൽ കാണാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഔട്ട്പുട്ടിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. Let's move to the next paragraph. അതിന്റെ കോൺസിക്വൻസിനെ പറ്റി നോക്കാം. The capital goods data point to continuing uncertainty on the private sector investment front. Subtitle on other side. Production of the plant and machinery ordered when expanding or starting ventures is struggling to sustain momentum, with output growth sliding appreciably both sequentially and year on year. In December, growth from a year earlier in the segment slowed to 7.6% compared with November's. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഗുഡിന്റെ കാര്യം എടുത്തു. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യം ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് പോയിന്റ് ചെയ്യുന്നത് ഒരു വളരെ ഒരു അൺസർട്ടനിറ്റിയിലോട്ടാണ്. പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ടിലെ ഒരു അൺസർട്ടനിറ്റിയാണ്. ആരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് പറഞ്ഞു വരുന്നത്. അപ്പം പ്ലാന്റിന്റെ മെഷീനറി പ്രൊഡക്ഷന്റെ കാര്യം എടുത്തു നോക്കും. അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും എക്സ്പാൻഡിങ്ങും സ്റ്റാർട്ടിങ് വെഞ്ചേഴ്സും ഉണ്ട്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള വെഞ്ചറും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് പാൻഡമിക് ഏറെ ആയിട്ട് പോലും ദേ ആർ റിയലി സ്ട്രഗ്ലിംഗ് ടു സസ്റ്റെയിൻ മൊമെന്റും സ്ട്രെങ്ത്തും സ്ട്രഗിൾ ചെയ്യാൻ. അത് പിടിച്ചു അങ്ങ് പോകണം. എങ്ങനെ പോകണം? കുഴപ്പമില്ല, അല്ലല്ലാതെ കഷ്ടപ്പാടില്ലാതെ അങ്ങ് പോകണം. അത് പിടിച്ചു വരുന്നുള്ളൂ. കാര്യം എന്താ പറയാ പച്ച പിടിക്കണേ ഉള്ളൂ. എന്നാൽ അതേ സമയത്ത് ഔട്ട്പുട്ട് ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിസലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയർ ഓൺ ഇയർ. അതിപ്പോൾ സീക്വൻഷ്യലി മന്ത് ഓൺ മന്ത് ആയാലും ഇയർ ഓൺ ഇയർ ആണെങ്കിലും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രോത്ത് വളരെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ എടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് സ്ലോ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു 7.6% വന്നു. അതേ സമയത്ത് കമ്പയർ വിത്ത് നവംബറിൽ 21.6% ഗ്രോത്ത് ഉണ്ടായിരുന്നെടുത്ത് അത് ഡിസംബർ വന്ന് 7.8 വന്നു എന്ന് പറയുമ്പോൾ എത്ര കുറവ് വന്നു ആലോചിക്കുക. മന്ത് ഓൺ മന്ത് ദ സ്ലോ ഡൗൺ വാസ് സ്റ്റാർക്കർ വിത്ത് ഔട്ട്പുട്ട് barely inching up to 0.2% after expanding 13% in November. However, primary and infrastructure and construction goods offer hope that some positive momentum can be built on with the right policy measures. While the sequential pace of growth for primary goods output quickened to 9.2% from 1.1, the month-on-month advance for infrastructure and construction ticked up to 4% from November's 3.2%. With the RBI survey of the manufacturing sector's outlook indicating firms expect some softening in orders
order books and overseas demand in the current quarter. A lot will hinge on policy staying. അപ്പോൾ ഇതിന്റെ കാര്യത്തെ പറ്റി പറയാം. നമ്മളൊരു മന്ത് ഓൺ മന്ത് സ്ലോ ഡൗൺ കാണുമ്പോൾ ഭയങ്കര സ്റ്റാർക്കറായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റാർക്കറായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടിയ ലെവലിൽ ഷാർപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു സ്ലോ ഡൗൺ ഒരു 0.2% വരുമ്പോഴും എക്സ്പാൻഡ് 13% വന്നു. നവംബറിൽ എക്സ്പാൻഡ് 13% വന്നപ്പോഴും ഡിസംബറിലോട്ടൊക്കെ വന്നു മന്ത് ഓൺ മന്ത് ഇതിലോട്ട് വന്നപ്പോൾ 0.2%ലോട്ട് ഔട്ട്പുട്ട് കുറഞ്ഞിട്ട് വന്ന് നമുക്ക് കാണാൻ പറ്റും, വളരെ കുറവായിട്ട്. അതേ സമയത്ത് പ്രൈമറി ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ കൺസ്ട്രക്ഷൻ ഗുഡ്സിലോട്ട് എടുക്കാം. നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ കൺസ്ട്രക്ഷൻ ഗുഡ്സിലോട്ട് തോന്നിയാൽ അതൊക്കെ ഒരു കുറച്ച് മൊമെന്റ് നമുക്ക് തരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസത്തിനുള്ളൊരു വകുപ്പുണ്ട്. അപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ അവിടെ പോളിസി മേക്കേഴ്സ് കൃത്യമായിട്ട് നല്ല പോളിസി, റൈറ്റ് പോളിസി, കറക്റ്റായ പോളിസി മേക്ക് ചെയ്താൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. അതിന്റെ മൊമെന്റ് സ്റ്റേ ചെയ്യണമെങ്കിൽ റൈറ്റ് പോളിസി എടുക്കണം, ഇല്ല പണിപാടും. അപ്പോൾ ഒരു സീക്വൻഷ്യൽ പേസ് ഓഫ് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും പ്രൈമറി ഗുഡ്സിന്റെ കാര്യത്തിൽ. ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. 9.2% നിന്ന് പെർസെന്റേജ് ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട് ഫ്രം 1.1%. ഒരു മന്ത് ഓൺ മന്ത് ഇത് കാണാൻ പറ്റും. എന്നാൽ അതേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണേ, അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ. എന്നാൽ മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ എടുത്ത് നോക്കിയോ, കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ 4% ഇത് കാണാൻ പറ്റും, ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. 3.2 നിന്ന് നവംബറിൽ 3.2 ആയിരുന്നു, ഡിസംബറിലോട്ട് വന്നിട്ട് 4% ഗ്രോത്തിലോട്ട് വരുന്നുണ്ട് മാനുഫാക്ചറിന്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ 9.2%, മാനുഫാക്ചറിന്റെ 4% ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. RBIയുടെ സർവേ എടുത്ത് നോക്കുവാണെങ്കിൽ മാനുഫാക്ചർ സെക്ടറിൽ എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ ഒരു ഔട്ട്ലുക്ക് അനുസരിച്ച് പറയുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു സോഫ്റ്റനിങ് വരും ഇങ്ങനെ ഓവർസീസിന്റെ കാര്യത്തിലും, ബുക്സ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലും, അത് ഡിമാൻഡ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലും, ഓവർസീസിന്റെ കാര്യത്തിലൊക്കെ ഈ കറണ്ട് കാർഡിൽ. എന്നാൽ ഇതൊക്കെ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് പോളിസി മേക്കിംഗ് ആണ്. നമ്മൾ എങ്ങനെ എന്താണ് പോളിസി പോളിസിയിൽ സ്റ്റേ ചെയ്ത് പോകുന്നു, സപ്പോർട്ടീവായിട്ട് പോളിസി മേക്കിംഗ് കറക്റ്റായിട്ട് നടന്നാൽ സംഭവം സെറ്റ് ആയിട്ട് പോകും, ഇല്ലെങ്കിൽ പണി പാടും. ദാറ്റ്സ് ഓൾ. The union budgets plan to provide a push for infrastructure through a substantial increase in the government's capital expenditure should provide a big fillip to construction goods and is likely to feed through to other sectors as well in the coming months. എന്നാൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കുറച്ച് അല്ലെ ഫണ്ട് കൂടുതൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിൽ കൂടുതൽ കൊടുക്കുമ്പോൾ അതൊരു ബിഗ് ഫിലിപ്പ് ആയിരിക്കും, അത് നല്ലൊരു ഇൻസെന്റീവ് ആയിരിക്കും, എൻകറേജ്മെന്റ് ആയിരിക്കും കൺസ്ട്രക്ഷൻ മേഖലയിലും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് നല്ലൊരു ഗ്രോത്തിന് കാരണമാകാം. പക്ഷെ അതേസമയത്ത് ഇറ്റ് ഫീഡ്സ് ത്രൂ, ഇത് ഫീഡ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അണ്ടർഗോ ചെയ്തിട്ട് എത്തുള്ളൂ കേട്ടോ, ഈ സെക്ടേഴ്സിലോട്ട് എത്തും. വരുന്ന മാസങ്ങളിൽ കറക്റ്റായ പ്രോസസ്സിലൂടെ പോയി എത്തിച്ചേരുന്നതിന് സമയമെടുക്കും. ദാറ്റ്സ് ഇറ്റ് എന്നാണ് പ്രതീക്ഷ. അതാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് ഒരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സൈറ്റിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ ചെറിയൊരു ഗ്രോത്തിന്റെ ഒരു പ്രൊസ്പെക്ട് ഉണ്ട്. പക്ഷെ അതും പോളിസി മേക്കേഴ്സ് കറക്റ്റായ രീതിയിൽ അത് പോളിസി മേക്ക് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. സോ it's a critical perspective, analytical ആണ് ഓർത്തോളൂ. I hope it is clear to you everyone. The Malayali who shamelessly meddle to അല്ലടാ, meddle in others personal life, meddle to പറയില്ല കേട്ടോ ഹർഷദേ, meddle in others personal life, even they are quite strange. സത്യം മലയാളികൾക്ക് അങ്ങനെ ഇടുന്നുണ്ട്, എന്തെങ്കിലും അറിയാൻ വേണ്ടി ഒരു ത്വര കൂടുതലാണ്. കടലൊക്കെ പോകുമ്പോൾ അറിയണം, പുതിയൊരാളെ കണ്ട ആ കടക്കാരൻ അറിയണം എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ത്വരയാണ്. The forbidding capacity of the astrologers are destroying many good relationships. Yes, Sunny, yes. The preponderant nature of the politicians is destroying the democracy. അവിടെ ഈസ് കൊടുത്തടാ, വെറും ING കൊടുത്താൽ സൺലേ അത് വെറുപ്പല്ല, B+ING കൊടുത്താലേ കണ്ടിന്യൂസ് ടെൻസ് ആവുള്ളൂ. Preponderant nature of the politicians is destroying the democracy. Tomorrow many guys will unabashedly come up with a gleamy pickup line to find the inevitable Valentine, and some of others have the plan to meddle in others plans, get off others plan. Yeah, ചിലർക്ക് അങ്ങനെയുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലോട്ട് പോകണ്ടോ. The extremists have demanded a political settlement before polling, accusing the BJP for betraying Naga trust. ഇതായിരുന്നു കഴിഞ്ഞത്തെ ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ നിങ്ങൾക്ക് പക്ഷെ PPT അയച്ചു തന്നായിരുന്നു, കിട്ടിയായിരുന്നു ആൻസർ നോക്കി. കാരണം നമ്മുടെ സെഷൻ കുറച്ച് നേരം വന്ന് ഡിസ്റ്റർബ് ചെയ്തോണ്ട് ഞാനത് സെഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തോളൂ. ആൻസർ ഒന്ന് നോക്കി, ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ ഇവിടെ. The extremists have demanded a political settlement before polling, accusing the BJP for betraying Naga trust. പറയാമോ ആൻസർ? വേഗമായി ആൻസർ പറട്ടെ, എന്നിട്ട് നമുക്ക്
ചെയ്യാം. പറയൂ. വേഗം പറയോ. എത്ര പേര് ആൻസർ തരും നോക്കട്ടെ. വളരെ സിമ്പിൾ ആണ് ഇത്. നിങ്ങൾ ഞാൻ ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുള്ള. അക്യൂസ് എന്ന വേർബ് വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. ലൈവിലുള്ളവർ ലൈക്ക് ഇട്ട പിള്ളേരെ, എന്താണ് ജാട പിള്ളേരെ. നമ്മുടെ അക്യൂസ് എന്ന വേർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആ അല്ലെ. അക്യൂസ് എന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഫോർ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ചാർജ് വിത്ത് അല്ലെ, ചാർജിന്റെ കൂടെ വിത്ത് കൊടുക്കും. അക്യൂസിന്റെ കൂടെ എന്ത് കൊടുക്കും? ഓഫ് കൊടുക്കുക, ഫോർ കൊടുക്കില്ല. അക്യൂസ്ഡ് ഓഫ്, അക്യൂസിംഗ് ദി BJP ഓഫ് ബിട്രേയിങ് നാഗ ട്രസ്റ്റ് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് പ്രൊപ്പോസിഷൻ കേട്ടോ, ഒരുപാട് എക്സാം ചോദിച്ചിട്ടുള്ള. മൂവിങ് ഓൺ. രണ്ടുപേരെ ആൻസർ കൊടുക്കുള്ളൂ. എന്താണ് എന്താ ബാക്കി പിള്ളേരെ മിണ്ടാത്തെ? അവിടെ നോക്കിയേ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ബട്ട് ഫോർ ദാറ്റ് ടു ഹാപ്പൻ ദ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഹാസ് ടു ടേക്സ് എ ബാക്ക് സീറ്റ്, എ ബ്ലീക്ക് പ്രോസ്പെക്ട് ഇൻ ദ മീഡിയം ടേം. ഇതാണ് ക്വസ്റ്റ്യൻ. നല്ല സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടുതൽ സിമ്പിൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. പിടിച്ചോ, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. ലെറ്റ്സ് മൂവ് പീപ്പിൾ. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇനിയുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ 24/7 കേരള സെൻട്രൽ എക്സാംസ്. ഈ രണ്ട് ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എന്റെ ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് വിത്ത് പ്രിന്റ് ടു നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടും കൃത്യമായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കല്ല പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക. യു വാച്ചിങ് Attendant മലയാളം ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. സന്തോഷമായിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ. ബൈ.